പകൽ എരിഞ്ഞടങ്ങുന്നു. പതിതരുടെ പരിവേദനം കേട്ട് പകൽ കിളികൾ ചേക്കേറുന്നു. പുതിയൊരു വിളവെടുപ്പിനായി കാത്തിരിക്കുന്ന സ്വപ്നങ്ങളുമായി പാടത്തെ ബണ്ടിൽ കൂടി ഒറ്റവിട്ടും കൂട്ടായിട്ടും ആൾക്കാർ പാറക്കുഴി വീട്ടിലേക്ക് നടക്കുന്നു. അവിടെ ഇന്നൊരു യോഗമുണ്ട്. ഷീബ ടിമ്പേഴ്സിന്റെ തൊഴിലാളികളുടെ. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. അബു ആശുപത്രിയിൽ നിന്നും എത്തിയിട്ടുണ്ട്. അവനാണ് ഇപ്പോൾ അടിയന്തരമായി ഈ യോഗം വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. ജെയിംസ് ഉണ്ടായിരുന്നപ്പോൾ അവനായിരുന്നു എല്ലാറ്റിനും നേതൃത്വം കൊടുത്തിരുന്നത്. എന്നാൽ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ അവൻ ശിക്ഷിക്കപ്പെട്ടു. ഇനി അതിന്റെ രണ്ടാം ഘട്ടം തുടങ്ങിയേ പറ്റൂ. ഇന്നലെ വരെ ഇല്ലാതിരുന്ന ധൈര്യം അബുവിൽ തീജ്വാലയായി പടർന്നു. വന്നവർ പായ് വിരിച്ച് നിലത്തിരുന്നു. വരുന്നവരെ സ്വീകരിക്കാനും കുശല പ്രശ്നങ്ങൾ പറയാനും മേഴ്സിയും ജാൻസിയും ഓടി നടക്കുന്നു. മറിയാമ്മ ചേട്ടത്തിക്ക് ഇതിലൊന്നും താല്പര്യമില്ലായിരുന്നു. ഇവിടെ ഇതിനു മുമ്പ് പല യോഗങ്ങൾ കൂടിയിരുന്നു, തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിന്റെ എല്ലാം അവസാനം തന്റെ മകൻ കൊലപാതകവുമായി. എല്ലാം വീക്ഷിച്ചുകൊണ്ട് അനന്തൻ അവിടെ നിൽക്കുന്നു. നിറപുഞ്ചിരിയോടെ എല്ലാവരെയും വണങ്ങുന്നു. അബുവിന്റെ തലയിലെ മുറിപ്പാടിലെ കെട്ടൊന്നും മാറ്റിയിട്ടില്ല. യോഗ നടപടിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് അവൻ നിർദ്ദേശം കൊടുക്കുകയാണ്. അനന്തന്റെ കണ്ണുകൾ ഇരുട്ടിൽ കൂടി ദൂരേക്ക് പാഞ്ഞു. അവൻ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖത്ത് അക്ഷമയുടെ നിഴലുകൾ. അയാൾ വരാതിരിക്കില്ല, കൂട്ടിക്കൊണ്ടുവരാൻ. കവലയിലേക്ക് തങ്കപ്പനെ അയച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഫോണിൽ കൂടിയാണ് അവനെ വിവരം അറിയിച്ചത്. അബു അനന്തന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. ഇപ്പോൾ വേണ്ടെന്ന ഭാവത്തിൽ അനന്തൻ കയ്യാങ്യം കാണിച്ചു. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. മേഴ്സി ഇടയ്ക്കിടെ വന്നവർക്ക് കുടിക്കാൻ കടുങ്കാപ്പി ഗ്ലാസ്സിൽ പകർന്നു കൊടുക്കുന്നുണ്ട്. യാതൊരു വിധത്തിലും അവരെ മുഷിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. താമസിയാതെ തന്നെ ആകാംക്ഷയെ തണുപ്പിച്ചുകൊണ്ട് അയാളും തങ്കപ്പനും എത്തി. എല്ലാവരും എണീറ്റു. വന്നയാൾ സ്നേഹപൂർവ്വം എല്ലാവരെയും വണങ്ങി. അനന്തൻ സ്നേഹിതനെ സ്വീകരിച്ചിരുത്തി. ഇനി ഉടനെ യോഗം ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് എത്തിക്കഴിഞ്ഞു, അബു അവിടെ പ്രസ്താവിച്ചു. പെട്ടെന്ന് എല്ലാവരും യോഗത്തിനനുസൃതമായി ക്രമീകരിച്ചു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ അനന്തമാഷാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതും അബു തന്നെയാണ് പറഞ്ഞത്. കൂടിയവരെല്ലാം അനന്തനെ ശ്രദ്ധിച്ചു. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാൻ കാതു കൂർപ്പിച്ചിരുന്നു. അനന്തനോടൊപ്പം ക്ഷണിച്ചു വരുത്തിയ അതിഥിയും ഉപവിഷ്ടനായി. നിശബ്ദതയുടെ നിമിഷങ്ങളെ മുറിച്ചു മാറ്റിക്കൊണ്ട് ആ മുഴക്കമുള്ള ശബ്ദം പുറത്തു വന്നു. ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും പ്രിയ സ്നേഹിതൻ മാത്യു തോമസിനും ഈ യോഗത്തിന്റെ ആത്മാവായ അബുവിനും ആദ്യമായി എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ അർപ്പിക്കട്ടെ. ഈ യോഗം വിളിച്ചുകൂട്ടുവാനുള്ള സാഹചര്യം നിങ്ങൾ പലർക്കും അറിയാം. അതുകൊണ്ട് യോഗത്തിന്റെ നടപടിക്രമം അനുസരിച്ച് സ്വാഗതം ആശംസിക്കുന്നതിന് അബുവിനെ ക്ഷണിക്കുന്നു. പുതിയൊരു ഉണർവിൽ സേനാനായകന്റെ തലയെടുപ്പോടുകൂടി അബു വേദിയിലെത്തി. മുന്നിലിരിക്കുന്നവരെയെല്ലാം കണ്ണോടിച്ചു നോക്കി. ഇന്നലെ വരെ ജെയിംസിന്റെ തണലും പറ്റി മാത്രം നിന്നിരുന്ന അബുവിന്റെ ഭാവമാറ്റം കൂടിയവരിലും ശ്രദ്ധ പിടിച്ചുപറ്റി. ആ മുറിയുടെ ഓരം ചേർന്ന് ബീവിയും നടപടി വീക്ഷിക്കുവാൻ എത്തിയിരുന്നു. സ്നേഹമുള്ളവരെ, ജെയിംസ് ഇല്ലാതെ ഈ വീട്ടിൽ ഇങ്ങനെയൊരു യോഗം കൂടേണ്ടി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും വേണ്ടി വന്നു. സാഹചര്യം അങ്ങനെ ആക്കി തീർത്തു. അവനില്ലെങ്കിലും അവനെ ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ജെയിംസ് അവസാനിപ്പിച്ചിടത്തു നിന്ന് നമ്മൾ ബാക്കി തുടരുന്നുവെന്ന്. കയ്യടികൾ ഉയർന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് ബുദ്ധിയും ശക്തിയും തന്ന് സഹായിക്കാൻ കഴിവുള്ള രണ്ട് നേതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. അനന്തൻ മാഷും മാത്യു സാറും. ജീവൻ പോലും പണയം വെച്ച് അവർ നമ്മോടൊപ്പം ഇറങ്ങുമെന്ന് എനിക്കറിയാം. ഏതു വിധേനയും നമ്മളെ ഒതുക്കാൻ ശ്രമിക്കുന്ന ജേക്കബ് അച്ചായന്റെ തന്ത്രങ്ങളെ പൊളിക്കുന്നതിനും തൊഴിലാളികൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയുള്ള രണ്ടാം ഘട്ട സമരം നമ്മൾ ആരംഭിക്കുകയാണ്. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകി നയിക്കാൻ എത്തിയിരിക്കുന്ന അനന്തമാഷിനും മാത്യു സാറിനും ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സമര പരിപാടികൾ നടത്താനിരിക്കുന്ന നിങ്ങൾക്കും ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. നല്ല ഭാഷയിൽ നല്ല രീതിയിൽ അവതരിപ്പിച്ച അബുവിന്റെ സ്വാഗത പ്രസംഗം വേദിയിലിരുന്നവരെ പോലും അത്ഭുതപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ അബുവിൽ ഒരു നേതാവിനെ വിളിച്ചുണർത്തുകയായിരുന്നു. നബീസ തന്റെ ഭർത്താവിൽ പുതിയ പ്രതീക്ഷ കണ്ടു. കണ്ണിൽ കൂടി ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. മടിയിലിരുന്ന കുട്ടിയെ എടുത്ത് ആരും കാണാതെ മുത്തം കൊടുത്തു. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നത് വടക്കൻ മേഖലയിലെ ഈർച്ചമിൽ തൊഴിലാളികളുടെ അജയ്യ നേതാവായ ശ്രീ മാത്യു തോമസ് ആണ്.
അനന്ത പറഞ്ഞു. ചെറുപുഞ്ചിരിയോടെ ആ ചെറുപ്പക്കാരൻ എണീറ്റു. കണ്ഠശുദ്ധി വരുത്തി പ്രസംഗം തുടങ്ങി. പ്രിയമുള്ളവരെ, ഇവിടെ ഇങ്ങനെയൊരു യോഗം നടക്കുന്നുണ്ടെന്നും ഈ യോഗത്തിൽ തീർച്ചയായും പങ്കെടുക്കണമെന്നും വരാതിരിക്കരുതെന്നും പറഞ്ഞ് ഒരു ടെലിഫോൺ സന്ദേശം ഇന്ന് രാവിലെ കിട്ടി. ഫോൺ വിളിച്ചത് മറ്റാരുമായിരുന്നില്ല, എൻ്റെ ചേട്ടനും സുഹൃത്തും നേതാവും അധ്യാപകനും എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന അനന്തമാഷ് തന്നെയായിരുന്നു ആ ആൾ. അടിസ്ഥാന വർഗത്തിന്റെ അന്തരംഗത്തിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നെരിപ്പോടിലെ കനൽ തീർത്തുമണയ്ക്കാതെ അധികാര ശക്തികൾക്ക് ദീർഘകാലം മട്ടുപ്പാവിൽ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. രാപ്പകൽ യാർഡിലും വാൾമുനയിലും തടികളുമായി മല്ലടിച്ച് ജീവിതത്തിന്റെ നല്ല നാൾ പൊഴിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഒരു സമൂഹത്തെ അടിമത്വത്തിന്റെ ക്രൂര വിനോദം പോലെ പണിയെടുപ്പിക്കുകയല്ലേ? മറ്റു തൊഴിലാളികളെ പോലെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും സമത്വത്തിനു വേണ്ടി പൊരുതുവാനും വടക്കൻ മേഖലയിലെ തൊഴിലാളികൾ തയ്യാറായിരിക്കുന്ന പ്രക്ഷോഭ സമരത്തിൽ അനുഭാവം പ്രകടിപ്പിച്ച് പങ്കെടുക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ചുരുങ്ങിയ വാചകങ്ങളിൽ തീർത്ത ആ പ്രസംഗം എല്ലാവരെയും ആവേശഭരിതരാക്കി. കൈയടികൾ നീണ്ടുനിന്നു. ആ താളങ്ങൾ തിരതല്ലി നിന്നപ്പോൾ അനന്തൻ എണീറ്റു. ഞാനിപ്പോൾ ഒരു പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായുണ്ട്. പ്രിയപ്പെട്ട നേതാവ് മാത്യു തോമസ് പറഞ്ഞതുപോലെ വടക്കൻ മേഖലയിലെ തൊഴിലാളികളുമായി ഒത്തുചേർന്ന് ഒരു സമരത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. അതിന് തെക്കൻ മേഖലയിലെ തൊഴിലാളികളെ സജീവമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളോടൊപ്പം മാത്യുവും ഇന്നു മുതൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. വീണ്ടും കയ്യടികൾ ഉയർന്നു. ഇപ്പോൾ ചേലപ്പുഴ ഗ്രാമം ഒരു സംഘർഷ രംഗമാണ്. ചില ധനരാജാക്കന്മാരും അവർ കോശാന പാടുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന വെറിയന്മാരും ചേർന്ന് നടത്തുന്ന പേക്കൂത്തുകളാണ്. ഇതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമമാണിത്. ഇന്നലെ രാത്രിയിലും ഈ കഴിഞ്ഞ വെളുപ്പിനും കണ്ണാടിക്കവലയിൽ അരങ്ങേറിയ രഹസ്യ നാടകത്തിന്റെ പൊരുൾ അതായിരുന്നു. അബുവിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് മർച്ചന്റ് അസോസിയേഷൻ നടത്തിയ ഹർത്താൽ വെറും അക്രമമായിരുന്നെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത്. വെളുപ്പിനെ അസോസിയേഷൻ പ്രസിഡന്റായ അയ്യാപിള്ള ചേട്ടന്റെ കടയും അബുവിന്റെ കടയും തകർക്കാൻ അവർ പ്ലാനിട്ടിരുന്നു. അത് നടന്നില്ല. പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. നമ്മുടെ മറ്റു പരിപാടികൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതിനു വേണ്ടി ഇപ്പോഴത്തെ ഈ സംഘർഷം തൽക്കാലം വിരാമമെടുക്കുന്നതിന് ഞാനിന്ന് അച്ചായന്റെ മാളികയിൽ പോയിരുന്നു. ഒത്തുതീർപ്പിന് വേണ്ടി സംസാരിച്ചു. അയാൾ അടുക്കുന്ന മട്ടില്ല. പലരോടുമുള്ള പ്രതികാരവുമായി അയാൾ കഴിയുകയാണ്. ഞാൻ തിരികെ പോന്നു. ഈ സത്യം ഇങ്ങനെയിരിക്കുമ്പോൾ നേതൃത്വത്തെ അംഗീകരിച്ച് ധീരമായ പരിപാടികളുമായി മുന്നോട്ടു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഏത് പ്രശ്നത്തിലും നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പു തരുന്നു. അനന്തൻ പറഞ്ഞു നിർത്തി. പെട്ടെന്നായിരുന്നു വീടിന്റെ പിന്നിൽ ഒരു ബഹളം. എപ്പോഴോ പുറത്തിറങ്ങിപ്പോയ അബുവിന്റെ ശബ്ദമായിരുന്നു ഉയർന്നു വന്നത്. അബു അലറുകയാണ്. നിൽക്കടാ അവിടെ, നിന്നെ വിടില്ലടാ! അബു ആരുടെയോ പിന്നാലെ ഓടുന്നു. മുറിക്കുള്ളിൽ നിന്നും ആണുങ്ങളും പെണ്ണുങ്ങളും എണീറ്റ് മുറ്റത്തിറങ്ങി. അവരെ അനന്തൻ തടഞ്ഞു. അതിനുശേഷം അബുവിന്റെ പിന്നാലെ അനന്തനും ഓടി. അബു തോട്ടുവരമ്പത്തെത്തിയതേ ഉള്ളൂ. ഒപ്പം അനന്തനും ഓടിയെത്തി. എന്നാൽ നിയന്ത്രണാതീതമായി മറ്റുള്ളവരും അവരോടൊപ്പം എത്തിയിരുന്നു. ആരെയും അവിടെ എങ്ങും കണ്ടില്ല. അബു വല്ലാതെ കിതയ്ക്കുന്നു. അവനെ താങ്ങി പിടിച്ചുകൊണ്ട് അനന്തൻ പിന്തിരിഞ്ഞു നടന്നു. മറ്റുള്ളവർ പിന്നാലെയും. അവൻ എന്ന് അബു പറയുന്നുണ്ടായിരുന്നു. ആരെന്ന ചോദ്യം എല്ലാവരിലും ഉയർന്നു. അബു പറഞ്ഞു, റഷീദ്. ക്രിസ്മസ് തലേന്ന് ആകാശത്ത് മാത്രമല്ല മണ്ണിലും നക്ഷത്രപ്പൂക്കൾ വിരുന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയം. ക്രിസ്മസ് അവധിക്ക് പലരും നാട്ടിലേക്ക് വന്നു. അക്കൂട്ടത്തിൽ വലിയ തറയിലെ യൂജിനും ബാംഗ്ലൂരിൽ നിന്ന് വന്നിരുന്നു. അന്നച്ചേട്ടത്തിയും തോമസും മകനു വേണ്ടി എന്തെല്ലാം ഒരുക്കങ്ങൾ ചെയ്തു. പുതിയ പുതിയ പലഹാരങ്ങൾ ആളെ നിർത്തി തയ്യാറാക്കിച്ചു. കിടപ്പുമുറിയാണെങ്കിൽ അലങ്കരിച്ചു. പുതിയ തൂക്കുകെട്ടിൽ വാങ്ങി മച്ചിൽ തൂക്കിയിട്ടു. TV ഒരെണ്ണം വാങ്ങിച്ചു. ഉണ്ടായിരുന്ന ടേപ്പ് റെക്കോർഡർ റിപ്പയർ ചെയ്ത് വെപ്പിച്ചു. അവൻ വരുമ്പോൾ മാത്രമേ ഈ ഒരുക്കമുള്ളൂ. അന്നമ്മച്ചേട്ടത്തിയും തോമാച്ചനും എന്തു പാട്ട് കേൾക്കാൻ? അവർക്ക് അതിലൊന്നും താല്പര്യമില്ല. കല്യാണം കഴിഞ്ഞ് ആറ്റു നോറ്റിരുന്ന് കിട്ടിയ ചെല്ലക്കുട്ടിയാണ് യൂജിൻ. അവനു വേണ്ടി എല്ലാം ഒഴിഞ്ഞു വച്ചിരിക്കുന്നു. പക്ഷേ അവനൊന്നും വേണ്ടെന്ന മട്ടില നടുപ്പ്. ഇത് കാണുമ്പോൾ അവരുടെ ചങ്കുരുകും. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി. നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചു. ശബ്ദമൊതുക്കി അട്ടഹസിച്ചു. കൺകോണുകളിൽ സ്നേഹമുദ്ര പകർന്നു നോക്കി.
അങ്ങനെ ചില ഭാവാഭിനയങ്ങൾ നടത്തി. ഒരു മൂളിപ്പാട്ടും പാടി യൂജിൻ വെളിയിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് കരി പിടിച്ച വേഷവുമായി അന്നച്ചെടുത്തി ഓടി വന്നു. മോനെ, രാവിലെ നീ എവിടെ പോണു? മാളികയിൽ വരെ പോണം. ശോശാമ്മച്ചിയെ കാണണം, അച്ചായനെ കാണണം, പിന്നെ ഷീബയെ കാണണം, പിന്നെ പിന്നെ ഒന്ന് കറങ്ങി നടക്കണം, യൂജിൻ നിസാരമട്ടിൽ പറഞ്ഞു നിർത്തി. രാവിലെ തന്നെ ഇറങ്ങിത്തിരിക്കുന്നതിൽ അന്നമ്മച്ചേട്ടത്തിക്ക് ഇത്തിരി അമർഷം തോന്നി. വേണ്ട വേണ്ട, രാവിലെ തന്നെ ഈ പൂതിയൊന്നും വേണ്ട. കണ്ടു കൊതി തീർന്നില്ല, അതിനു മുമ്പാ പോണേ. ഇവിടെ ഇരിക്കൂ മോനെ. അല്ല അമ്മച്ചി, ഇവിടെ ഇരുന്ന വെറും ബോറാകും. അല്ലെങ്കിൽ പിന്നെ ഞാനും അടുക്കളയിൽ കയറണം. എന്നാ വാ മോനെ, നമുക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാമല്ലോ. അന്നമ്മച്ചേട്ടത്തിക്ക് മനസ്സിൽ പൂത്തിരി. അയ്യടാ, ഈ ആണ്ടിലൊരിക്കൽ വരുന്നതേ ഇത്തിരി റിലാക്സിന് വേണ്ടിയാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ചാച്ചൻ പാടത്തു നിന്നും വന്നത്. അല്ല, രാവിലെ തന്നെ മോനെ എങ്ങോട്ടാ? അനുബന്ധം എന്നോണം അന്നമ്മച്ചേട്ടത്തിയും കൂട്ടിച്ചേർത്തു. അത് തന്നെയാ ഞാനും ചോദിച്ച്. ഞാൻ മാളികയിൽ വരെ പോവാ ചാച്ചാ, യൂജി പറഞ്ഞു. ആ ചെല്ല് ചെല്ല്, നിന്നെ എപ്പോഴും ശോശാമ്മച്ചി തിരക്കുന്നുണ്ട്. പാവം, നിന്നെ കാണുമ്പോൾ അവർക്ക് അല്പം മനസ്സമാധാനമാകും. തോമാച്ചന്റെ മറുപടി അന്നമ്മച്ചേട്ടത്തിക്ക് പിടിച്ചില്ല. അവർ അടുക്കളയിലേക്ക് ചെറി കൂട്ടിക്കൊണ്ടു പോയി. ഇതെല്ലാം കണ്ട് തോമാച്ചൻ നെടുവീർപ്പിട്ടു. അവന്റെ സന്തോഷമാണ് തന്റെ സന്തോഷം, അങ്ങനെ ചിന്തിച്ചു. മെറ്റൽ റോഡിൽ കൂടി അവൻ നടന്നു നീങ്ങി. BSIയുടെ പഴയ സൈക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സൈക്കിളിൽ ചെത്തിയാൽ ഒരു കുറവ് പോലെ. അത് കാരണം അതെടുത്തില്ല. എത്രയും പെട്ടെന്ന് കവലയിൽ എത്തണമെന്ന് മനസ്സിന് തിടുക്കമുണ്ടായിരുന്നു. പോയാലും ഈ സമയം സ്വന്തം പാർട്ടിയെ കാണാനൊക്കില്ല. വൈകുന്നേരം പോകാം, അമ്പലത്തിൽ. അവൾ ദീപാരാധന തൊഴാൻ വരും. താൻ വന്ന വിവരം അറിഞ്ഞു കാണുമോ? ആര് പറയാൻ. കവലയിൽ ആകെ പ്രശ്നമാണെന്ന് വന്ന പാടെ അമ്മച്ചിയിൽ നിന്ന് അറിഞ്ഞു. ഏതായാലും വൈകുന്നേരം വരെ മനസ്സിനെ ശാന്തമാക്കാം. മനസ്സേ ശാന്തമാകൂ. അങ്ങനെ വിചാരിച്ച് നടന്നു. പോകുന്ന വഴി പാറക്കുഴി വരെ പോയാലോ? മറിയാമ്മച്ചിയെയും മേഴ്സിയെയും ജാൻസിയും ഒക്കെ കാണാമായിരുന്നു. എത്ര നാളായി അവരെയൊക്കെ കണ്ടിട്ട്. തന്നെ കാണുമ്പോൾ അവരെല്ലാവരും പൊട്ടിക്കരയുമായിരിക്കും. ജെയിംസും താനും അങ്ങനെയാണല്ലോ കഴിഞ്ഞിരുന്നത്. അവൻ്റെ ദുര്യോഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു. മാളികയിലെ ചാൾസും ജെയിംസും എന്ത് നല്ല സ്നേഹിതരായിരുന്നു. ആ സ്നേഹത്തിനിടയിൽ വൈരാഗ്യത്തിൻ്റെ വിഷവിത്ത് പാകിയത് അച്ചായൻ തന്നെയായിരുന്നു. അതിന് സംശയമില്ല. ക്രിസ്മസ് വരുമ്പോൾ 3 പേർക്കും എന്തൊരു ഉത്സാഹമായിരുന്നു. ഒരു തകർപ്പിനുള്ള സമയം. അന്ന് ആകെ ബഹളം തന്നെയായിരിക്കും. മിക്കവാറും മാളികയിൽ തന്നെയാണ് കൂട്ടം. ഷീബയും ജാൻസിയും മേഴ്സിയും എല്ലാവരും അവിടെ ഒത്തുകൂടും. പിന്നെ ചിരിപ്പടക്കവും ഓലപ്പടക്കവും ഒന്നിച്ചു പൊട്ടുകയായിരുന്നു. ജെയിംസ് ആണെങ്കിൽ ഒന്നാന്തരം ഒരു ഗായകൻ. ക്ലാസിക്കലായി അവൻ സംഗീതം പഠിച്ചവനാണ്. പൊതുവെ അവന് നല്ല അംഗീകാരമായിരുന്നു. ഇനി ആ കാലം മടങ്ങി വരാൻ കാത്തിരിപ്പ് ആവശ്യമില്ല. യൂജിന്റെ മനസ്സ് ഒരു മടക്കയാത്ര നടത്തി തിരിച്ചു വന്നു. ആദ്യം മാളികയിലേക്ക് തന്നെ പോകാം, അവൻ തീരുമാനിച്ചു. നടന്നു. മാളികയിലെത്തിയപ്പോൾ കേട്ടു തൊള്ള തുരത്തി ഷീബയുടെ ഒച്ചയും ചിരിയും. ഒപ്പം ശോശാമ്മച്ചിയും ചിരിക്കുകയാണ്. മുറ്റത്തേക്ക് എത്തിയതേ ഉള്ളൂ. ഷീബ അവനെ കണ്ടു. ഓടി വന്ന് കഴുത്തിൽ വട്ടം ചുറ്റിപ്പിടിച്ചു. നാണമില്ലാത്ത പെണ്ണ്. ഹായ് യൂജിൻ, ആളാകെ മാറിപ്പോയല്ലോ. ഓ, വലിയ ഡോക്ടറല്ലേ? അവൻ്റെ കവളിന് നോക്കി ഒരു നുള്ളു കൊടുത്തു. ഈ സമയം ശോശാമ്മ കുഞ്ഞമ്മയും എത്തി. കുട്ടികളുടെ കളി കണ്ട് മനസ്സ് തുറന്ന് ചിരിച്ചു. അച്ചായനെവിടെ? അവൻ ചോദിച്ചു. പുറത്തേക്ക് പോയി, ഷീബയാണ് മറുപടി പറഞ്ഞത്. വാ മോനെ, അകത്തേക്ക് വാ, ശോശാമ്മ കുഞ്ഞമ്മ വിളിച്ചു. ഷീബ യൂജിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി. ഇതുപോലെ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ നമുക്ക് ഒരുമിച്ച് വലതുകാൽ വെച്ച് കയറണം, അല്ലേ യൂജിൻ? ആ തമാശ യൂജിന് അത്ര രസിച്ചില്ലെങ്കിലും ചിരിക്കാൻ ശ്രമിച്ചു. അമ്മച്ചി പടക്കമൊന്നും മേടിച്ചില്ലേ? ശോശാമ്മ കുഞ്ഞമ്മയുടെ മുഖം വാടി. ഇല്ല മോനെ, ഇനി ഇവിടെ ആരാ കുട്ടികളായിട്ടുള്ളത്? ആ സ്വരത്തിലെ പതർച്ച അവന് മനസ്സിലായിരുന്നു. എങ്കിലും ആ ഓർമ്മ വേദനയാകാതിരിക്കാൻ അവൻ ശ്രമിച്ചു. അമ്മച്ചിയുടെ മക്കളല്ലേ ഞങ്ങൾ, ഞങ്ങൾക്ക് പടക്കം പൊട്ടിക്കണ്ടേ? അവൻ ചോദിച്ചു. ശോശമ്മ കുഞ്ഞമ്മയുടെ കണ്ണിൽ നിന്നും ആനന്ദ ബാഷ്പം നിറഞ്ഞൊഴുകി. മഴക്കാറുകൾ നീങ്ങിയ ആകാശം പോലെ ആ മുഖം പ്രകാശമായി. വാങ്ങിക്കാം മക്കളെ, വാങ്ങിക്കാം. ആരെയെങ്കിലും വിട്ട് ഇപ്പം വാങ്ങിപ്പിക്കാം. വേണ്ട വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ആ, ഷീബ എന്നാ പോണേ?
ഒരാഴ്ച കഴിഞ്ഞല്ലേ ഉള്ളൂ? അതെ, യൂജിന് അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ? അവൾ ചോദിച്ചു. തീരുമാനിച്ചില്ല. പിന്നെ ഒരു ഗേൾ ഫ്രണ്ട് ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവിടം വരെ ഒന്ന് പോകണം. അവളുടെ മുഖം മങ്ങി. എങ്കിലും അവൾ ചാടിക്കയറി പറഞ്ഞു, ഞാനും വരട്ടെ. അയ്യേ, നാണമില്ലേ? ഒരു ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുമ്പോൾ താനും വരാനോ? ഉണ്ണാനില്ലെങ്കിലും ഊട്ടാൻ ആളില്ലാതെ എന്തിനാ കുഞ്ഞെ പോണേ? ചൂടേറ്റ ചേമ്പിൻ തണ്ട് പോലെ അവൾ തളർന്നു. കുട്ടികളുടെ കുത്തും കൊള്ളിവാക്കുകളും പിണക്കങ്ങളും കേട്ട് ചിരിച്ചുകൊണ്ട് ശോശാമ്മ കുഞ്ഞമ്മ അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവന്ന് ടീപ്പോയിന്മേൽ വെച്ചു. കഴിക്കൂ മോനെ. ശരി, ആയിക്കോട്ടെ. യൂജിൻ കൈ തൂത്തു തുടച്ച് ഒരു ചിപ്സ് എടുത്തു. അപ്പോൾ കിലുകിലാന്ന് പൊട്ടിച്ചിരി. ശേ, ഒരു വൃത്തിയുമില്ല, കൈ കഴുകത്തുപോലുമില്ല. യൂജിൻ നേരിയ തോതിൽ ചമ്മാതിരുന്നില്ല. ഞാനേ കത്തിയും മുള്ളുമാ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ചിപ്സ് തിന്നാനും മാത്രം ഇത് പരിശുദ്ധമായ കയ്യാ. ഇതിൽ അധികം പൊടിയൊന്നും പറ്റിയിട്ടില്ല. അമ്പടി കേമി. അവൻ അവളുടെ ചെവിയിൽ ഒരു നുള്ളു കൊടുത്തു. കളിയും ചിരിയും ഒരു പെരുമഴയായി അവിടെ പെയ്തുറഞ്ഞപ്പോൾ ദൂരെ നിന്നും ശക്തമായൊരു ആരവം ഉയർന്നു വന്നു. മെല്ലെ ആ ചിരിയും കളിയും നിന്നു. ശോശാമ്മ കുഞ്ഞമ്പിക്കും വേവലാതിയായി. ഒന്നും അറിയാതെ യൂജിനും ഷീബയും പരസ്പരം നോക്കി. അവൻ മുറ്റത്തിറങ്ങി. 2 പറമ്പ് അപ്പുറത്താണ് ബഹളം കേട്ടത്. ഈർച്ചമില്ലിരിക്കുന്ന സ്ഥലത്താണ്. എന്തൊക്കെയോ മുദ്രാവാക്യങ്ങളാണ് ഉയരുന്നത്. മുദ്രാവാക്യത്തിന് ഇരട്ടിച്ച ശക്തി. എന്താണ് അവിടെ ഇപ്പോഴും പ്രശ്നം? അവർക്ക് 2 പേർക്കും മനസ്സിലായില്ല. മാളികയിലെ മില്ലിലാണ് സമരം. ഒന്നും വ്യക്തമാകുന്നില്ല. അവർ ശോശാമ്മ കുഞ്ഞമ്മയെ നോക്കി. ആ മുഖം വീണ്ടും മൂടിക്കെട്ടി. കണ്ണുകളിൽ എന്തൊക്കെയോ അപകട സൂചന നിൽക്കുന്നു. സമരം വലിയ ബഹളമായി മാറുന്നു. ശോശാമ്മ കുഞ്ഞമ്മയുടെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. വിയർക്കുന്നു. പെട്ടെന്ന് ഭിത്തിയിൽ പിടിച്ച് ഊർന്നിറങ്ങാൻ ശ്രമിക്കുന്നു. യൂജിൻ ചാടി പിടിച്ചു. ഷീബ വാവിട്ടു കരഞ്ഞു. അവൻ അവരെ താങ്ങി അകത്ത് കട്ടിലിൽ കിടത്തി. മുഖത്ത് വെള്ളം തളിച്ചു. ഒരു മൂളൻ. അവൻ ശ്രദ്ധിച്ചു. ആകെ വിളർച്ച പിടിച്ച ഒരു ദൃശ്യം. നാടി പിടിച്ചു നോക്കി. മിടിപ്പ് വളരെ വേഗത്തിൽ. വേഗം കുറച്ച് ഫാൻ കറങ്ങി. മെല്ലെ കൺപോളകൾ ചലിച്ചു. കുടിക്കാൻ തണുത്ത വെള്ളം കൊടുത്ത ശേഷം ഷീബ അരികിൽ തന്നെ ഇരുന്നു. അവൻ വീണ്ടും മുറ്റത്തിറങ്ങി. ആരൊക്കെയോ പറമ്പുകൾ ചാടിക്കടന്ന് ഓടുന്നു. അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. ജേക്കപ്പച്ചായൻ അവിടെ ഉണ്ടാവുമോ? പോലീസുകാർ വന്നു കാണുമായിരിക്കും. അവിടെ വരെ പോയാലോ? ശോശാമിച്ചി ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാണ്? അതുമല്ല, അവിടെ ചെന്നാൽ തന്നെ കൊണ്ട് എന്താ സാധിക്കുക? അച്ചായൻ ഇത് എന്തിന്റെ തുടക്കമാണ്? പാവം ശോശാമ്മച്ചി നീറി നീറി ചാവുകയാണ്. കൂട്ടത്തിൽ അഴകും ആരോഗ്യമുള്ളവളുമായിരുന്നു ശോശാമ്മച്ചി. ഇന്നോ വെറും എല്ലും തോലും. കഴിക്കാനില്ലാഞ്ഞിട്ടാണോ? മനസ്സമാധാനമില്ലാഞ്ഞിട്ട്. എപ്പോഴും പ്രശ്നങ്ങൾ, എപ്പോഴും ബഹളങ്ങൾ. എന്തൊരു അസ്വസ്ഥത. ശോശാമ്മച്ചി ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിന്നില്ലെങ്കിൽ ഇനി അവർ വളരെയധികം തളർന്നു പോകും. മൂത്ത മകൻ വിളിച്ചിട്ട് പോലും അവർ പോയില്ല. ജീവന് തുല്യം സ്നേഹിച്ച ആ മനുഷ്യനെ ഓർത്ത് പെട്ടെന്ന് ഒരലർച്ച പോലെ തോന്നി. അത് കാതിൽ ശക്തമായി ചിലമ്പിച്ചു. ഏതോ ശക്തി മുന്നോട്ട് തള്ളുന്നു. യൂജിൻ അങ്ങോട്ട് ഓടി. സംഭവം കഴിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേയുള്ളൂ. മധ്യാഹ്ന സൂര്യൻ പടിഞ്ഞാറോട്ട് അല്പം ചാഞ്ഞു. ആ സമയം മാളികയിലെ മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും ദിവാകര പണിക്കർ ഇറങ്ങി. ഒരു ഒത്ത മനുഷ്യൻ. പാർട്ടിയിൽ അച്ചായൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റാണിപ്പോൾ. അച്ചായൻ അത്യാവശ്യമായും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. നേരെ സിറ്റൗട്ടിലേക്ക് കടന്നപ്പോൾ അകത്തു നിന്നും അച്ചായൻ എത്തി. ആ, വരണം വരണം. പണിക്കർ അകത്തേക്ക് കടന്നു. സ്വീകരണ മുറിയിലെ സെറ്റിയിൽ ഇരുന്നു. അതിനെതിരെയുള്ള കസേരയിൽ അച്ചായനും ഇരുന്നു. കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ അവതരിപ്പിച്ചു. എല്ലാം മൂളി കേട്ടുകൊണ്ട് പണിക്കർ നെറ്റിയിൽ ചൂണ്ടാണി വിരൽ തട്ടി ആലോചനയിലാണ്ടു. അച്ചായൻ വളരെയധികം ടെൻഷനിലാണ്. രാവിലത്തെ സംഭവം വല്ലാതെ ഒലിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ആശ്വാസമരുന്നുകൾ കൊടുത്തേ പറ്റൂ. അച്ചായന്റെ പ്രശ്നം നമ്മുടെ പൊതുവായ പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നു. എവിടെ നിന്നോ വന്ന ഒരുത്തൻ ഇവിടെ ഒരു കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്നു. അവനെയും അവന്റെ സംഘടനയും നമ്മൾ കെട്ടുകെട്ടിക്കും. ഈ പ്രശ്നം അച്ചായനിൽ നിന്ന് പാർട്ടി ഏറ്റെടുക്കുകയാണ്. പാർട്ടിയുടെ ഒരു നല്ല പ്രവർത്തകനായ അച്ചായന്റെ പ്രശ്നം ഇപ്പോൾ തന്നെ CM അറിയിക്കുകയാണ്. ഈ കുട്ടിക്കുരങ്ങൻ ജയദേവൻ പോലീസിനെ ഇവിടുന്ന് അങ്ങ് മാറ്റിയേക്കാം. പണിക്കരി പറഞ്ഞു നിർത്തിയപ്പോൾ അച്ചായൻ ചോദിച്ചു, മാറ്റിയ ശേഷം വേറൊരു മരക്കൊന്തനെയായിരിക്കും സ്ഥാപിക്കുന്നത് അല്ലേ? തടിച്ചു കൊഴുത്ത ഭീമൻ ശരീരമിളക്കി ചിരിച്ചുകൊണ്ട് പണിക്കർ പറഞ്ഞു. ധൈര്യമായിരിക്കൂ, അത് നമുക്ക് പറയാം.
നമ്മുടെ പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ ഒരു നല്ല പ്രവർത്തനമായിരുന്ന പയ്യനുണ്ടായിരുന്നില്ലേ, സലീം. അവനിപ്പോ SA ആണ്. നല്ല കൂറുള്ള പയ്യൻ. ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ തന്നെയാണ്. സലീമിനെ ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്താൽ ആ തണലിൽ നമുക്കൊരു പ്രയോഗം നടത്താം. അതെയോ? എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, അച്ചായൻ ആകാംക്ഷയോടെ പറഞ്ഞു. അവിടെ വെച്ച് തന്നെ വിളിക്കാൻ അച്ചായൻ നിർബന്ധം പിടിച്ചു. പ്രസിഡന്റുമായിട്ട് പാർട്ടിയിലുപരി ആത്മബന്ധം കൂടിയുള്ളയാളാണ് മുഖ്യമന്ത്രി. ഏതായാലും പണിക്കർക്ക് ആ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ഫോൺ ഡയൽ ചെയ്തു. അപ്പുറത്ത് ബെല്ലുണ്ടെങ്കിലും ആരും എടുക്കുന്നില്ല. ദിവാകര പണിക്കർക്ക് അജിശം വന്നു. സെക്രട്ടറി പോയിട്ട് ഒരു പ്യൂൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. റിസീവർ താഴ്ത്തി വെച്ചു. അച്ചായൻ ദിവാകര പണിക്കരുടെ മുഖത്തേക്ക് നോക്കി. ആ ഭാവഭേദങ്ങൾ എന്താണെന്ന് അറിയാനായിരുന്നു ആഗ്രഹം. പണിക്കർക്ക് അച്ചായന്റെ മുന്നിൽ ചെറുതായി പോകുമോ എന്ന് ഒരു തോന്നൽ. അതിനാണ് ഇവളെ വെച്ച് വിളിക്കാതിരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അയാൾ വിടാനുള്ള ഭാവമില്ല. ഏതായാലും ഒന്നുകൂടി ശ്രമിക്കാം. വീണ്ടും വിളിച്ചു. ലൈൻ കിട്ടി. ഹലോ, CMന്റെ ഓഫീസ്? ആരാണ്? അവിടെ നിന്നും ചോദ്യമായിരുന്നു. ഹലോ, ഇത് ദിവാകര പണിക്കർ. CM ഉണ്ടോ? എവിടെ പോയി? ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മുടെ വേണ്ടപ്പെട്ട കക്ഷിയുടേതാ. എന്താണ്? ചേലപ്പുഴ ഗ്രാമത്തിൽ ആകെ പ്രശ്നമാണ്. നമ്മുടെ സ്ട്രോങ് പാർട്ടി പ്രവർത്തകൻ കൂടിയായ അച്ചായന്റെ ഈർച്ചമിൽ ഒരു പറ്റം തെമ്മാടികൾ തകർക്കാൻ ശ്രമിച്ചു. കെട്ടിടങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്. അവരിപ്പോൾ തൊഴിലാളികളെ ചാക്കിട്ട് പിടിച്ച് സമരം പ്രഖ്യാപിച്ചിരിക്കുക. സ്ഥലം SI അവർക്ക് പിന്തുണയായിട്ടാ നീങ്ങുന്നത്. ഏത് പാർട്ടിയാണ് ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത്? ചോദ്യം അങ്ങേ തലക്കിൽ നിന്നും ഉയർന്നു. മനുഷ്യാവകാശ സംരക്ഷണ മുന്നണി എന്നാണ് പറയുന്നത്, ദിവാകര പണിക്കർ അങ്ങോട്ട് പറഞ്ഞു. ഇപ്പോ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? തൽക്കാലം SI ഒന്ന് മാറ്റിത്തരണം. പോലീസ് നമ്മുടെ പക്ഷത്താകണം. ബാക്കി കാര്യം ഞങ്ങളിവിടെ ചെയ്തോളാം. അല്പം നിർത്തിയിട്ട് പണിക്കർ പിന്നെയും തുടർന്നു. അവിടെ കൺട്രോൾ റൂമിലെ SI സലീം ഇല്ലേ? ആ കക്ഷിയെ ഇങ്ങോട്ടേക്ക് വിട്ടാൽ മതി. പിന്നെ കാര്യം ഭംഗിയായി. ഓക്കെ, ആലോചിക്കാം. അപ്പുറത്ത് ഫോൺ താഴ്ത്തി വെച്ചു. ദിവാകര പണിക്കർ സംതൃപ്തിയോടെ അച്ചായന്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടു. ഇനി ആശ്വാസമായി. അച്ചായൻ ഓടിച്ചെന്ന് ആവേശത്തോടെ പണിക്കരുടെ കൈ കവർന്നു. നന്ദുമേനോനായിരുന്നു സംസാരിച്ചത്. CMന്റെ പേഴ്സണൽ സെക്രട്ടറി. മുഖ്യമന്ത്രി ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. പണിക്കർ സിറ്റിയിലിരുന്നു. ഉടൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പോയി മടങ്ങി വന്ന് പുറത്ത് കാത്തു നിന്നിരുന്ന റഷീദിനെ അച്ചായൻ വിളിച്ചു. എന്നാൽ ഇനി നമുക്കൊന്ന് ആഘോഷിക്കാം അല്ലേ റഷീദ്? എന്നിട്ട് നെടുറുപ്പിട്ടുകൊണ്ട് സിറ്റിയിലേക്ക് ചാഞ്ഞിരുന്നു. റഷീദ് വെളിയിൽ നിന്നും ഓടി വന്നു. പൊട്ടിക്കടാ കുപ്പി, പൊട്ടിച്ചൊഴിക്ക്. ഇനി നമ്മൾ പൊടി പൊടിക്കുമടാ, പൊടി പൊടിക്കും. റഷീദ് ചിരിച്ചുകൊണ്ട് മദ്യം ഗ്ലാസുകളിലേക്ക് പകർന്നു. ഹോട്ടൽ ഹൂറിയിൽ നിന്ന് വരുത്തിയ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും അവിടെ നിരന്നു. മതിമറന്ന ആഹ്ലാദം നിറഞ്ഞു തുളുമ്പി. കണ്ണാടിക്കവലയിലെ ചന്തസ്ഥലം കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മൈക്കിൽ കൂടി അനൗൺസ്മെന്റ് തുടരുന്നു. ഇപ്പോൾ അവിടെ ഒരു വിശദീകരണ യോഗം നടക്കാൻ പോവുകയാണ്. ഈർച്ചമിൽ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനം. ശ്രദ്ധേയമായ നാടൻ പാട്ടുകൾ മൈക്കിൽ കൂടി അലയടിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടെ ആവേശം പകരുന്ന അനൗൺസ്മെന്റ്. ഉടൻ കവലയിൽ ഒരു പ്രകടനം എത്തിച്ചേരും. പ്രകടനത്തിൽ എല്ലാവിധ തൊഴിലാളികളും അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പങ്കെടുക്കുന്നു. ദൂരെ നിന്നും ആരവം അലകടൽ പോലെ ഇരച്ചു വരുന്നു. കത്തിച്ച പന്തങ്ങളുടെ പ്രകാശത്തിൽ കൊടിയുടെ നിറം വർണ്ണപ്പകിട്ടു പകർന്നു. മുദ്രാവാക്യങ്ങൾ ശക്തമായി. അബുവാണ് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. ജയ് ജയ് മനുഷ്യാവകാശ സംരക്ഷണ മുന്നണി, ജയ് ജയ് അനന്തം മാഷ്, ജയ് ജയ് മാത്യു തോമസ്, ജയ് ജയ് അയ്യാപിള്ള. ആളുകൾ ഏറ്റുവിളിച്ചു. പ്രകടനത്തിന്റെ മുൻനിരയിൽ അബുവിനെ കൂടാതെ അനന്തനും മാത്യു തോമസും അയ്യാപിള്ളയും മേഴ്സിയും ജാൻസിയും എല്ലാവരും നിരന്നിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ വലിയൊരു ജാഥയായിരുന്നു. ജാഥ സമ്മേളന നഗറിലെത്തി. അപ്പോഴും മുദ്രാവാക്യങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. അബു സ്റ്റേജിൽ കയറി നിന്ന് മൈക്കിൽ കൂടി വിളിച്ചു പറഞ്ഞു. സ്നേഹമുള്ള തൊഴിലാളികളെ, നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയാണ്. മുദ്രാവാക്യങ്ങൾ നിർത്തി നിങ്ങൾ നിശബ്ദരായിരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. ക്രമേണ ആ ഇരമ്പലുകൾ നിന്നു. നേതാക്കന്മാർ സ്റ്റേജിൽ നിരന്നു. സമ്മേളനാധ്യക്ഷൻ അയ്യാപിള്ളയായിരുന്നു. അയാൾ എണീറ്റ് നിന്നു. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കാൻ മനുഷ്യാവകാശ സംരക്ഷണ മുന്നണിയുടെ വനിതാ കൺവീനർ കുമാരി ജാൻസിയെ ക്ഷണിക്കുന്നു. പറഞ്ഞു തീരുന്നതിനു മുമ്പ് തന്നെ കയ്യടികൾ ഉയർന്നു. ജാൻസി ചുണക്കൊട്ടിയെ പോലെ സ്റ്റേജിലേക്ക് കടന്നു വന്നു. വേദിയിലെ ആൾക്കാരെ ഒന്ന് നോക്കി.
മൈക്കിന് മുന്നിൽ നിന്നു. മനസ്സ് പതറുന്നുണ്ടോ എന്ന് ആലോചിച്ചു. ഇല്ല, മനസ്സ് ഇരമ്പുകയായിരുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മൾ ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയതും ഇതിന്റെ ഭാവി പരിപാടികളെക്കുറിച്ചും വേദിയിലിരിക്കുന്ന നമ്മുടെ നേതാക്കൾ നിങ്ങളോട് സവിസ്തരം പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രകടനത്തിലും സമ്മേളനത്തിനും പങ്കെടുക്കാൻ വന്ന നിങ്ങൾക്കും നമുക്ക് നിർദ്ദേശങ്ങൾ തരാൻ എത്തിയിരിക്കുന്ന വേദിയിലെ നേതാക്കൾക്കും ദൂരെ ഇരുന്ന് മൈക്കിൽ കൂടി കേൾക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ളവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇപ്പോൾ ഇവിടെ നിർത്തട്ടെ. ജയ് തൊഴിലാളി ഐക്യം. ആണുങ്ങളിൽ പലരും എണീറ്റ് നിന്ന് കൈയടിക്കാനും തുടങ്ങി. ഉടൻ അധ്യക്ഷൻ മൈക്കിൽ കൂടി പറഞ്ഞു, നിങ്ങളുടെ ആവേശം ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ തുടർന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പെട്ടെന്ന് ശബ്ദം നിലച്ചു. ഉപക്രമ പ്രസംഗം ഉപസംഹാരത്തിൽ നടത്താനുള്ള തീരുമാനത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് അനന്തമാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അനന്തൻ കൈകൂപ്പിക്കൊണ്ട് എണീറ്റു. മൈക്കിന് മുന്നിൽ നിന്ന് സദസ്സിനെ ഒന്ന് വീക്ഷിച്ചു. ചന്ത മൈതാനം നിറഞ്ഞു നിൽക്കുന്ന ജനം, അവരുടെ ആവേശം. അതുകൊണ്ട് അവന്റെ മനസ്സ് കുളിർത്തു. തന്റെ ലക്ഷ്യത്തിന്റെ ഒന്നാം ഘട്ടം തുടങ്ങി. ഇനി അനന്തൻ കുതിക്കുകയാണ്, പടക്കുതിരിയെ പോലെ ലക്ഷ്യസ്ഥാനത്തേക്ക്. അവൻ പ്രസംഗിച്ചു തുടങ്ങി. തൊഴിലാളി സ്നേഹിതരെ, എന്നെ ശ്രവിക്കുന്ന നാട്ടുകാരെ, ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നിങ്ങളിൽ ഒരാളായി മാറിയ ഞാൻ മറ്റൊരാളായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾ ഒന്നാണ്, ലക്ഷ്യങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ ലയിച്ചു ചേർന്നു. മനുഷ്യാവകാശം. ഈ ചേലപ്പുഴ ഒരു സുന്ദരമായ ഗ്രാമമാണ്. നല്ല സ്നേഹിതരാണ് ഇവിടെയുള്ളത്. പക്ഷേ ചില മനുഷ്യമൃഗങ്ങൾ പതിയിരുപ്പുണ്ടെന്നുള്ളത് സത്യം. അവർ നിങ്ങളെ തിന്നുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞില്ലെന്ന് മാത്രം. അതിൽ ഒരു ശത്രുവിനെ നിങ്ങൾ കണ്ടെത്തി, ജേക്കബ് അച്ചായൻ. അയാളും കുറെ തെമ്മാടികളും വിചാരിച്ചാൽ നാടും നാട്ടാരും ചൊൽപ്പടിക്ക് നിൽക്കാൻ. ഇതെന്താ CP ഭരണകാലമോ? അതെ, ആ അവസ്ഥയാണ് ഈർച്ചമിൽ തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്നത്. നിറവും ജാതിയും മതവുമില്ലാതെ ആ ശക്തി കേന്ദ്രങ്ങൾക്ക് മുന്നിൽ നമ്മൾ നാളെ മുതൽ വെല്ലുവിളി ഉയർത്തുകയാണ്. സ്നേഹിച്ചാൽ ഹൃദയം കൊടുത്തും ദ്രോഹിച്ചാൽ കാർന്നു തിന്നു നീങ്ങുന്ന ഒരു നയത്തോടുകൂടി ഒരു പുതിയ ചക്രം നമ്മൾ ഉരുട്ടുകയാണ്. അതിന്റെ ആദ്യ ശബ്ദം കേട്ട് അച്ചായൻ പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ പഠിച്ചോളും. ഇനിയുള്ള ഓരോ ദിവസവും ധീരത കൈവെടിയാതെ നിങ്ങൾ മുന്നോട്ട് കുതിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ജയ് തൊഴിലാളി ഐക്യം. ഹർഷാരവങ്ങൾക്കിടയിൽ അനന്തൻ പറഞ്ഞു നിർത്തി. ഇനി മാത്യു തോമസും അയ്യാപിള്ളയും സംസാരിക്കാനുണ്ട്. എന്നാൽ അതുണ്ടായില്ല. അതിനു മുമ്പായിരുന്നു കറന്റ് കട്ട്. ആളുകൾ പരിഭ്രാന്തരായി. ഇരുട്ടിൽ കൂടി തിക്കി തിരക്കി പലരും ഓടുന്നു. അനന്തരം അബുവും തോമസും അയ്യാപിള്ളയും ശാന്തരായിരിക്കാൻ ഉച്ചത്തിൽ പറയുന്നുണ്ട്. ആ ശബ്ദം ആരും കേൾക്കുന്നില്ല. ജനത്തിനിടയിലേക്ക് അവരും ഇറങ്ങി. പക്ഷേ ആരെ എങ്ങനെ നിയന്ത്രിക്കും? ടോർച്ചുണ്ടായിരുന്നവർ പലരും തെളിച്ചുകൊണ്ട് ഓടി നടന്നു. സ്ത്രീകളും കുട്ടികളും കരഞ്ഞുകൊണ്ട് ഓടി. മേഴ്സിയും ജാൻസിയും നബീസയും വേദിയിൽ ഓടിക്കയറി. നബീസയുടെ കൈക്കുഞ്ഞ് വാവിട്ട് കരയുന്നു. മൂത്ത കുട്ടിയെ മേഴ്സി എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്നും അറിയാതെ പലരും വിഷമിച്ചു. ജേക്കബ് അച്ചായന്റെ ആൾക്കാർ മനഃപൂർവ്വം യോഗം അലങ്കോലപ്പെടുത്താൻ ചെയ്ത പരിപാടിയാണ്. 10 മിനിറ്റ് കഴിഞ്ഞു കാണും. കറന്റ് വന്നു. അപ്പോൾ ചന്തസ്ഥലത്ത് കുറച്ചുപേർ മാത്രം. അബുവിന്റെ മുഖത്ത് നിരാശ. അവൻ സ്റ്റേജിന്റെ ഒരു ഭാഗത്തായിരുന്നു. അനന്തൻ അവന്റെ തോളിൽ മെല്ലെ തട്ടി. തളരാൻ പാടില്ല, ഇത് വെറും ഉമ്മാക്കി. വെടിയുണ്ടയുടെ മുന്നിൽ പോലും തളരാൻ പാടില്ല. വാ, തൽക്കാലം നമുക്ക് വീട്ടിലേക്ക് പോകാം. മറ്റു പലരും അവിടെ നോക്കി നിന്ന് രസിക്കുമ്പോൾ അവർ എല്ലാവരും വീട്ടിലേക്ക് നടന്നു. ക്രിസ്മസ് സുദിനം. നേരം ഇനിയും പുലർന്നിട്ടില്ല. അകലങ്ങളിൽ നിന്നും കരോൾ ഗാനത്തിന്റെ വീജികൾ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. ഇന്നലെ പൊട്ടിച്ചു തീർത്ത പടക്കങ്ങളുടെ രൂക്ഷഗന്ധം അവിടെ മാകെ നിറഞ്ഞു നിൽക്കുന്നു. അനന്തൻ രാത്രിയിൽ ശരിക്കും ഉറങ്ങിയിരുന്നില്ല. അവന്റെ ചിന്തകൾക്ക് തീ പിടിക്കുകയായിരുന്നു. വെറുതെ പുസ്തകത്താളുകൾ മറിച്ചുകൊണ്ട് ചിന്തിച്ചിരുന്നു. പുതിയ തന്ത്രങ്ങൾ, പുതിയ കരുക്കൾ, മേച്ചിൽപ്പുറങ്ങൾ. അതായിരുന്നു ജേക്കബ് അച്ചായൻ. ഭരണതലങ്ങളിൽ പോലും സ്വാധീനമുള്ളവനാണ്. ആ സ്വാധീനം അയാൾ എന്തിനും ഉപയോഗിക്കും. അയാളെക്കുറിച്ച് തനിക്ക് വളരെയധികം പഠിക്കാൻ കഴിഞ്ഞെങ്കിലും അയാളുടെ കൗശലങ്ങളുടെ മാറ്റ് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം വേരുകൾ അധികമില്ലെങ്കിൽ പോലും ബിസിനസ്സായി ഈ നാട്ടിൽ വന്ന ശേഷം ധാരാളം ബന്ധങ്ങൾ അയാൾ ഉണ്ടാക്കി കഴിഞ്ഞുവെന്ന് അറിഞ്ഞു. ആ ബന്ധങ്ങളുടെ കണികൾ ഉറച്ചതാണ്. ബിസിനസ്സിൽ കൂടി അയാൾക്ക് പണം കുമിഞ്ഞുകൂടി. ഇപ്പോൾ വാരിയെറിയുന്നു.
അധ്വാനിക്കുന്നവന് 10 പൈസ കൂട്ടിക്കൊടുക്കില്ലെന്ന് പറയുമ്പോൾ മറുവശത്ത് ക്രൂര വിനോദങ്ങൾക്ക് വേണ്ടി ധാരാളം ചെലവഴിക്കുന്നു. വാളും തടികളുമായി മല്ലടിക്കുന്ന തൊഴിലാളികൾക്ക് ഏതു നിമിഷവും അപകടം അടുത്താണ്. നിരവധി ആളുകളുടെ ചരിത്രങ്ങളാണ് അത് വെളിവാക്കുന്നത്. കൈകൾ മുറിഞ്ഞവരും വിരലുകൾ നഷ്ടപ്പെട്ടവരും. എന്തൊരു കഷ്ടം! കഷ്ടിച്ച് ജീവിക്കാൻ പാടുപെടുന്നതിൻ്റെ തിക്തഫലം ആലോചിച്ചപ്പോൾ അവൻ്റെ ഹൃദയം വേദനിച്ചു. അവർക്ക് എന്താണ് സുരക്ഷിതത്വം? ഇൻഷുറൻസ് ഉണ്ടോ? ESI സംവിധാനമുണ്ടോ? ഒറ്റവിട്ട് ചില ലിമിറ്റഡ് കമ്പനികൾ പോലുള്ള സ്ഥാപനങ്ങൾ അത് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാലും ബഹുഭൂരിപക്ഷവും കരാർ വ്യവസ്ഥയിലല്ലേ ജോലി ചെയ്യുന്നത്. ഏകീകൃത കൂലിയില്ല, അവധിയില്ല. ഒരാഴ്ച അസുഖമായി കിടന്നാൽ, ഒരു മരണമുണ്ടായാൽ അവർക്ക് ജീവിതം നരകം തന്നെ. മുതലാളിമാരുടെ സ്നേഹിതനെ പോലെ കൂടുന്ന കരാറുകാരൻ, അയാൾ നിശ്ചയിക്കുന്ന ഔദാര്യ പണത്തിന് പണി ചെയ്യുന്ന പാവങ്ങൾ. ഒരാൾ പോയാൽ മറ്റൊരാൾ എന്ന നിലപാടാണ് അവർക്ക്. ഇതിനെ ചോദ്യം ചെയ്യാൻ മാർഗം ഒന്നേയുള്ളൂ, സമരം തന്നെ. ഒരു സ്ഥാപനത്തെ മാത്രം കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ നീങ്ങിയാൽ പോരാ, ജില്ലയാകെ വ്യാപിപ്പിക്കണം. നേരിട്ടൊരു ചർച്ചയ്ക്ക് അച്ചായൻ തയ്യാറായില്ല. ജില്ലാതലത്തിൽ ഒരു മുന്നേറ്റമുണ്ടാകുമ്പോൾ സർക്കാർ ഭാഗത്തു നിന്നെങ്കിലും നീക്കമുണ്ടാകും. പിന്നെ സംസ്ഥാനമാകെ, അതിനുശേഷം തൊഴിലാളി വർഗങ്ങളെയെല്ലാം യോജിപ്പിക്കണം. മാത്യു തോമസ് മിടുക്കനാണ്. അവനിന്ന് എത്ര തൊഴിലാളി യൂണിയനുകളുടെ നേതാവാണ്. ടാക്സിക്കാർ, ഓട്ടോറിക്ഷ, കരിങ്കൽ തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, അങ്ങനെ എത്ര. അവർക്കെല്ലാം പ്രിയങ്കരനായ നേതാവ്. ഇന്ന് സംസ്ഥാനത്തിന്റെ വടക്കൻ മേഖലയിൽ അവന് ചലനമുണ്ടാക്കാനാകും. തെക്കൻ മേഖലകളിലും ചലനമുണ്ടാക്കാനാണല്ലോ അവനെയും താൻ കൂട്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ കാര്യങ്ങൾ സംഭവങ്ങളാകുന്നു. അതിവേഗം ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു. അനന്തന്റെ മുഖം മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശത്തിൽ പ്രസന്നമാകുന്നത് വരാന്തയിൽ നിന്ന് അകത്തേക്ക് നോക്കിയ മേഴ്സിക്കുട്ടി കണ്ടു. മേഴ്സിക്കുട്ടിയെ അനന്തം കണ്ടില്ല. എന്താണ് ഇത്ര രാവിലെ എണീറ്റിരുന്ന് ആലോചിക്കുന്നത്? ഓ, താൻ എത്ര വിഡ്ഢിയാണ്. അവർ നേതാക്കളല്ലേ, അവരുടെ ഓരോ നിമിഷവും വലിയ കാര്യങ്ങളെക്കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. ആവശ്യമില്ലാത്ത ചിന്ത കടന്നുകൂടിയതിൽ അവൾ സ്വയം പഴിച്ചു. അവൾ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്ത് ശാന്തമായ ഗൗരവമുള്ള മുഖം! ആ ഉരുണ്ട കണ്ണുകളിൽ എന്തൊരു തിളക്കം! ഉയർന്ന നെറ്റി, നെടിയനായ ഒരു കരുത്തൻ, അവിവാഹിതൻ. അവിടെ തന്നെ ഏറെ നോക്കി നിൽക്കാൻ അവൾക്ക് കൗതുകം തോന്നി. മാറി മാറി ഉണ്ടാകുന്ന ആ മുഖഭാവങ്ങൾ ചുവപ്പ് പ്രകാശത്തിൽ കണ്ട് അവൾ രസിച്ചു. തൻ്റെ സ്വപ്നത്തിലും ഇങ്ങനൊരു യുവാവുണ്ടായിരുന്നു. കൗമാരം കടന്നപ്പോൾ മുതൽ അവൻ എന്നും തന്നോടൊത്ത് ഉറങ്ങിയിരുന്നു, ചിരിച്ചിരുന്നു, രസിച്ചിരുന്നു. ആ മടിയിൽ കിടത്തി തലമുടിക്കുള്ളിൽ വിരലുകൾ ഓടിച്ച് ഇഴകൾ വിടർത്തി നെറുകയിൽ ചുംബിക്കുമായിരുന്നു. അവൻ ഏതാനും നിമിഷം അകലുമ്പോൾ തൻ്റെ മനസ്സ് നൊമ്പരപ്പെടുമായിരുന്നു. അങ്ങനെ എത്രയോ രാത്രി ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ എല്ലാം ശൂന്യം. പിന്നെ ആ കിതപ്പ് കുറച്ചു നേരത്തിനു ശേഷം നിലയ്ക്കും. അകത്തുനിന്ന് തുറന്നിട്ട ജനാലയിൽ കൂടി വെളിയിലേക്ക് നോക്കിയപ്പോൾ അനന്തന്റെ നേരിയ പ്രകാശത്തിൽ ഒരു നിഴൽ കണ്ടു. സ്വന്തം നിഴലാണോന്ന് അവൻ പരിശോധിച്ചു. അല്ല, അത് തൻ്റെ പിന്നിലുണ്ട്. പിന്നെ അവൻ ചിന്തിച്ചു, മറ്റാരോ തന്നെ ശ്രദ്ധിക്കുകയാണ്. തന്നെ പിന്തുടരാൻ ശ്രമിക്കുന്ന ശത്രുക്കളിൽ ആരെങ്കിലും? മെല്ലെ എണീറ്റു. മണ്ണെണ്ണ വിളക്കുമായി വെളിയിലേക്ക് നീങ്ങി. കണ്ടു, നിഴൽ മാറി ഒരു രൂപത്തെ. അവൻ വിളിച്ചു, മേഴ്സിക്കുട്ടി, എന്തേ ഇവിടെ നിൽക്കുന്നേ? നാക്കിന് വഴക്കമില്ലാതെ വന്നെങ്കിലും അവൾ മറുപടി പറഞ്ഞു. മുറിയിൽ വെളിച്ചം കണ്ടു, പതിവില്ലാത്തതുകൊണ്ട് നോക്കി. ഓ, ഞാൻ ഓർത്തു മറ്റ് ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കുമെന്ന്, അവൻ പറഞ്ഞു. അതിരാവിലെ കടും കാപ്പി വേണമെന്നുണ്ടോ? നല്ല തണുപ്പുണ്ടല്ലോ. അവളുടെ ചോദ്യം ഭംഗിയായെന്ന് തോന്നി. എങ്കിലും ഇത്ര കാലത്തെ അവളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ സങ്കോചം. മേഴ്സിക്കുട്ടിക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കോ? എന്തിന്? എങ്കിൽ അവൾ തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. പാവം പെൺകുട്ടി, എന്തൊരു കഷ്ടപ്പാട്! ജീവിക്കാൻ വേണ്ടി എങ്ങനെല്ലാം കഷ്ടപ്പെടുന്നു. തനിക്കാണെങ്കിൽ വേണ്ടുവോളം സ്വത്ത്. ഇതെല്ലാം ആർക്കു വേണ്ടി? ഉണ്ടായിരുന്നവർ. ഒരു നിമിഷം ചിന്തയുടെ ചലനം മുടങ്ങി, പിന്നെ തുടർന്നു. എല്ലാം തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിന്. സ്വന്തമായി ഒന്നും വേണ്ട. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഇവരെ പോലുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ എനിക്ക് ശേഷം അല്ലെങ്കിൽ അവൻ്റെ അവകാശികൾ അത് വിഴുങ്ങും. ഇനി ജീവിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത അവകാശികൾ അവർ മാത്രം. പാടില്ല, അത് പാടില്ല. ഹൃദയത്തിൻ്റെ മിടിപ്പ് വർദ്ധിച്ചു. മേഴ്സിക്കുട്ടിയെ ഇനി പണിക്ക് വിടണ്ട. അവർക്ക് ജീവിക്കാൻ വേണ്ട പണം തൻ്റെ ബാങ്ക് ബാലൻസിൽ നിന്ന് കൊടുക്കാം.
ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്ക് 2 ലക്ഷം രൂപ ഇവിടെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ പലിശ ഇപ്പോൾ ധാരാളം. അനന്തൻ അകത്തേക്ക് കടന്നു. അപ്പോൾ കണ്ടു, അവനും ഉണർന്നിരിക്കുന്നു. മാത്യു തോമസ് കട്ടിലിൽ ചമ്രം പടിഞ്ഞ് കൺമോള തിരുമ്മി മുഖം തുടച്ചിരിക്കുന്നു. എവിടെ പോയി? അവൻ ചോദിച്ചു. വെറുതെ വെളിയിലേക്ക്. അനന്തൻ ഒരു നുണ പറഞ്ഞു. കാരണം ഇവൻ മറ്റെന്തെങ്കിലുമായി ചിന്തിച്ചില്ലെങ്കിലോ എന്ന് കരുതി. വെളിയിലെന്താ ഈ ഇരുട്ടത്ത്? മാനം നോക്കാനോ? മാത്യു അർത്ഥം വെച്ച് പതുക്കെ പറഞ്ഞു. ഞാനിവിടെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വെളിയിൽ നിൽക്കുന്നത് പോലെ തോന്നി. അത് ആരെന്ന് നോക്കി? മേഴ്സിക്കുട്ടിയായിരുന്നു. ഈ മുറിയിൽ വെളിച്ചം കണ്ടപ്പോൾ നോക്കാനെത്തിയതായിരുന്നു അവൾ. അനന്തൻ അത്രയും പറഞ്ഞു. മനസ്സിലായി. വെറും പൂതിയാക്കണ്ട. വീണ്ടും വളച്ചു കിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ നേരിയ ദേഷ്യം വന്നു. നീ നീണ്ടു നിവർന്ന് കിടക്ക്. ഉറക്കം ശരിക്കും മതിയായി കാണില്ല, അതുകൊണ്ടാ. അനന്തൻ ചെറുതായി ഒന്ന് കളിയാക്കാൻ ശ്രമിച്ചു. ആ വേല കയ്യിലിരിക്കട്ടെ. ആട്ടെ, ഇന്നത്തെ പ്രോഗ്രാം എന്താണ്? മാത്യു ചോദിച്ചു. ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവരുടെയും മനസ്സിന് ആനന്ദം പകരേണ്ട പുണ്യദിനം. ഫ്യൂഡൽ ചിന്തയ്ക്കെതിരെ അടരാടിയ, നന്മയെ സ്നേഹിച്ച് ക്രൂശിക്കപ്പെട്ട ഒരു വിശ്വനാഥന്റെ ജന്മദിനം. അതുകൊണ്ട് ആ ദിനം നമുക്കും ആഘോഷം. അനന്തന്റെ അഭിപ്രായം അങ്ങനെയായി. ശരി, അങ്ങനെ തന്നെ, മാത്യുവും പറഞ്ഞു. എന്നിട്ട് മറ്റൊരു സൂചന കൊടുത്തു. ഇന്നലത്തെ സംഭവത്തിൽ അബു വല്ലാതെ തളർന്നുവെന്ന് തോന്നുന്നു. അത് സ്വാഭാവികമല്ലേ? അബുവിന്റെ മനസ്സ് വളരെ ലോലമാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ തളരുകയും ചെയ്യും. ഏതായാലും പ്രശ്നങ്ങൾ വളരും. അതുണ്ടാവുകയാണ് നമുക്ക് വിജയം. വളർന്നെങ്കിലേ പരിഹാരത്തിന് തയ്യാറാവൂ. ഇല്ലെങ്കിൽ ആറ് തണുത്തതുപോലെ. അബുവിനെ കുറച്ചുകൂടി ധീരനാക്കണം. പിന്നെ മറ്റൊരു ചെറിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട്, മാത്യു കൂട്ടത്തിൽ അറിയിച്ചു. എന്താണ്? അനന്തൻ ചോദിച്ചു. പ്രസിഡന്റ് തങ്കപ്പനെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നതായി ഒരറിവ് കിട്ടി. ഇതാര് പറഞ്ഞു? എൽദോ. എൽദോ അറിഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ തങ്കപ്പൻ ആ കെണിയിലൊന്നും പെടുമെന്ന് തോന്നുന്നില്ല. മേഴ്സിക്കുട്ടി കാപ്പിയുമായി വന്നു. 2 ഗ്ലാസ് കാപ്പി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മാത്യു ചോദിച്ചു. ഞാൻ ഉണർന്നെണീറ്റതും അറിഞ്ഞോ? ശബ്ദം കേട്ടു, അവൾ പറഞ്ഞു. ഓ ശരി, നന്ദിയുണ്ട് കേട്ടോ. അതും ഈ തണുപ്പത്ത് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതിന്. അവൾ പുഞ്ചിരിച്ചു. വായി കഴുകാൻ വെള്ളം വെളിയിലുണ്ട്, മേഴ്സിക്കുട്ടി പറഞ്ഞു. 2 പേരും വെളിയിലിറങ്ങി. വെള്ളമെടുത്ത് വായും മുഖവും കഴുകി തിരിച്ചെത്തി. കാപ്പി കുടിച്ചു. നേരം പരപരാന്ന് പുലർന്നു. കിളികൾ കൂടിവിട്ടിറങ്ങി. സമയം പിന്നെയും നീങ്ങി. വയലിൽ കൂടി ധാരാളം ആളുകൾ കുർബാന കൊള്ളുവാൻ പള്ളിയിലേക്ക് പോകുന്നു. പാറക്കുഴിയിൽ നിന്ന് മറിയാമ്മച്ചേട്ടത്തിയും മേഴ്സിക്കുട്ടിയും ജാൻസിയും എല്ലാം പോകാൻ തയ്യാറായി. ഞങ്ങൾ പോയി വരട്ടെ മക്കളെ. വരാന്തയിൽ ഭിത്തിയിൽ ചാരിയിരുന്ന് ഇവരുടെ ഒരുക്കവും പോക്കും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അനന്തനോടും മാത്യുവിനോടും ഒക്കെയായി മറിയാമ്മച്ചേട്ടത്തി പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ അമ്മച്ചി, മാത്യു വിളിച്ചു പറഞ്ഞു. ചിരിച്ചുകൊണ്ട് മൂവരും ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അബു അവിടേക്ക് വന്നു. ആഹാ, 2 പേരും ആകാശത്തിലെ പറവകളെ നോക്കി രസിക്കുകയാണോ? അബു ഒരു തമാശ പറഞ്ഞതുപോലെ നിന്നു. അനന്തൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ മാത്യു ഒരു വിശദീകരണം നടത്തി. അവിടെ പ്രശ്നങ്ങളില്ല. മുതലാളിയും തൊഴിലാളിയുമില്ല. സ്വസ്ഥമായി അവ സഞ്ചരിക്കുന്നു. കറുപ്പും വെളുപ്പും അറിയുന്നില്ല. അതുകൊണ്ട് അവരെ നോക്കി പഠിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ അതുങ്ങളെ പക്ഷികളെന്നും നമ്മളെ മനുഷ്യരെന്നും വിളിക്കുന്നത്, അനന്തൻ പറഞ്ഞു. അവർ മൂവരും ചിരിച്ചു രസിച്ചു. അബുവും വരാന്തയിലിരുന്നു. എൻ്റെ നേതാക്കന്മാരോട് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഇപ്പോൾ അതിനു പറ്റിയ സന്ദർഭമാണ്. ഈ വീട്ടിൽ മറ്റാരുമില്ലല്ലോ. അതിരുകൾ മുറിച്ചു വരുന്ന അഭ്യർത്ഥന കേൾക്കാൻ വേണ്ടി അനന്തനും മാത്യുവും അബുവിനെ നോക്കി. അവൻ വളച്ചുകെട്ടില്ലാതെ കാര്യം പറഞ്ഞു. ഇന്നലെ വലിയ തറയിലെ അന്നച്ചേട്ടത്തിയും കുറച്ച് പെണ്ണുങ്ങളും കൂടി ഒരു പരദൂഷണ കഥ മെനയുന്നത് എൻ്റെ ബീവി കേട്ടിരുന്നു. അവർ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. എങ്കിലും അതൊരു സാധാരണ സംഭവം പോലെയാണ് അനന്തന് തോന്നിച്ചത്. ഇതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെ. ആൺതരിയില്ലാത്ത വീട്ടിൽ, അതും 2 പെൺകുട്ടികളുള്ള വീട്ടിൽ 2 ചെറുപ്പക്കാർ വന്നത് എന്തിനാണെന്നുള്ള നാണം കെട്ട കഥകളാണ് അവർ പറയുന്നത്. അബുവിൻ്റെ കണ്ണുകൾ ഞൊടിയിടകൊണ്ട് ഈറനണിയുന്നത് അവരിരുവരും കണ്ടു. പാവം, മാത്യു അങ്ങനെ മനസ്സിൽ പറഞ്ഞു. എൻ്റെ നേതാക്കന്മാരെ എനിക്കറിയാം. നിങ്ങളെ ചെളിവാരി എറിയുന്നത് എനിക്ക് സഹിക്കൂല. അത് നമ്മുടെ പ്രസ്ഥാനത്തെ ബാധിക്കില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നേതാക്കന്മാർ ആലോചിക്കുന്നത് നന്നായിരിക്കും. അബു അവരെ നോക്കി. ഒരു പ്രതികരണവും അവരുടെ മുഖങ്ങളിൽ കണ്ടില്ല.
ഏതാനും സമയം മൗനങ്ങളായി വീണു. ആ മൗനത്തിന് ഗൗരവം സൃഷ്ടിച്ചുകൊണ്ടാണ് മറിയാമ്മച്ചേടത്തിയും മക്കളും പള്ളിയിൽ പോകാതെ തിരിച്ചു വന്നത്. എല്ലാവരുടെയും മുഖം സങ്കടം നിറഞ്ഞതായിരുന്നു. എന്നാൽ ജാൻസിക്ക് അല്പം ഗൗരവമുണ്ട്. അവർ ആരെയും നോക്കാതെ അകത്തേക്ക് കടന്നു. തുടർന്ന് പൊട്ടിക്കരച്ചിൽ. അത് മേഴ്സിയായിരുന്നു. മറിയാമ്മച്ചേടത്തി കയറുകെട്ടിൽ താടിക്ക് കൈയൂന്നി വിഷണ്ണയായിരുന്നു. ജാൻസി അടുക്കളയിലേക്കിറങ്ങുന്ന കട്ടിലപ്പടിയിൽ തല കുമ്പിട്ടിരുന്നു. എന്താണെന്നറിയാതെ അബു മിഴിച്ചു നിന്നു. അനന്തനും മാത്യുവിനും ഇപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി. കരച്ചിൽ തേങ്ങലായി മാറി. ശക്തി കുറഞ്ഞപ്പോൾ അനന്തിന്റെ ആ പ്രഖ്യാപനം കേട്ട് വീട്ടിലുള്ളവർ ഞെട്ടിപ്പോയി. അബു, നാളെ മാത്യുവും ഞാനും ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കുന്നു. ഞങ്ങൾക്ക് മറ്റൊരു വീട് അബു കണ്ടെത്തണം. ആ തീരുമാനം നല്ലതെങ്കിലും പെട്ടെന്നായപ്പോൾ അബു കുഴങ്ങി. വേണ്ട, അത് നടക്കില്ല. മറിയാമ്മച്ചേടത്തി അകത്തു നിന്നും പാഞ്ഞു വന്നു. അവിടെ വന്നപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പോകരുത് മക്കളെ, പോകരുത്. ആരും എന്തും പറഞ്ഞോട്ടെ, ഞങ്ങൾ സഹിച്ചോളാം. നിങ്ങൾ പോകരുത്, അവർ അപേക്ഷിച്ചു. അനന്തൻ മറിയാമ്മച്ചേട്ടത്തിയുടെ അടുത്തേക്ക് നീങ്ങി അവരെ അരികിൽ ചേർത്തു നിർത്തി. അമ്മ വിഷമിക്കണ്ട, വീട് മാറുന്നതേ ഉള്ളൂ. ഞങ്ങൾ അമ്മയുടെ മക്കളാണ്, അത് അമ്മയ്ക്കറിയാം. പക്ഷേ പരദൂഷണം പരത്തുന്നവർക്ക് ആ കണ്ണു കാണില്ല. ഇവരുടെ ഈ ഓളം ചെറിയ രീതിയിൽ അലങ്കോലം ഉണ്ടാക്കാം. അതും തൽക്കാലം ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഇക്കാര്യത്തിന് അമ്മ അനുവദിക്കണം. അനന്തൻ പറഞ്ഞു നിർത്തി. ഇല്ല, അത് പറ്റില്ല. ആരെതിർത്താലും ഞങ്ങൾ അതിന് അനുവദിക്കില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിന്ന് മേഴ്സിക്കുട്ടി തറപ്പിച്ചു പറഞ്ഞു. ക്ഷമിക്കാനേത്തി, എല്ലാം നല്ലതിനെന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് അബു അതിന് ശ്രമിക്കണം. അത് കേട്ട് തളർന്ന മനസ്സുമായി അവർ ഒന്നും പറയാതെ നിന്നു. ഉറച്ച തീരുമാനങ്ങൾ. അവിടെ ഒരു മുഴക്കമായി. പിന്നെ അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. പിപ്പിരി മത്തായിയെയും സംഘത്തെയും കോടതിയിൽ നിന്നും ജാമ്യത്തിൽ വിട്ടു. അവർ കണ്ണാടിക്കവലയിൽ ഒരു ഓട്ടോയിൽ വന്നിറങ്ങി. തിളയ്ക്കുന്ന കണ്ണുകളോടെ ചുറ്റും നോക്കി. റഷീദ് എങ്ങു നിന്നോ ഒരു മാലയുമായി ഓടി വന്നു. അത് മത്തായിയുടെ കഴുത്തിലിട്ടു. വെളിയിലേക്ക് തലനീട്ടിയിരുന്ന പലരും അകത്തേക്ക് വലിച്ചു. ഓട്ടോറിക്ഷക്കാരെ മത്തായി ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് നീട്ടിത്തുപ്പി. ഫൂ, തെണ്ടികൾ! ഒരുത്തൻ അടികൊണ്ട് വായു വലിച്ചു കിടന്നിട്ട് ഇവൻ ഒറ്റ എണ്ണം അനങ്ങിയില്ല. അവൻ്റെയൊക്കെ ഊണിയൻ പരട്ടകൾ. ഓട്ടോ തൊഴിലാളികൾ ആരും അതിന് മറുപടി പറയാൻ പോയില്ല. കാരണം മറുപടി പറഞ്ഞാൽ അടിപിടിയിലെ കലാശിക്കൂ. തൽക്കാലം അതിനൊരുങ്ങുണ്ടെന്ന് പിപ്പിരി ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവർ പരസ്പരം കണ്ണു കാണിച്ച് തീരുമാനിച്ചിരുന്നു. ഉണ്ടായ സംഭവങ്ങൾ അവർ സ്വയം സൃഷ്ടിച്ചതാണെന്ന് തൊഴിലാളികൾക്ക് മനസ്സിലായി. മോഹനൻ അച്ചായുടെ വലങ്കൈയാണെന്ന് പരക്കെ അറിയാം. മത്തായിയും സംഘവും ചാരായക്കടയിലേക്ക് നീങ്ങി. വഴിയിൽ നിന്ന് ശംഖു വിളിച്ചു പറഞ്ഞു. എടാ കണ്ണാ, 8 ഗുണ്ട് എടുത്തോടാ, കൂട്ടത്തിൽ 8 മുട്ടയും. കണ്ണൻ ഒന്ന് പരിങ്ങിയ ശേഷം, സാധനം വന്നില്ലല്ലോ ചേട്ടാ. വാ എരപ്പേ, എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന ഇങ്ങോട്ട് എടുക്കടാ. അങ്ങോട്ട് കടന്നു ചെന്ന് കണ്ണന്റെ കുത്തിന് ചന്ദ്രു പിടിച്ചു. കണ്ണൻ നിന്ന് വിറച്ചു. അല്പം ആലോചിച്ച ശേഷം മത്തായി പറഞ്ഞു, അവനെ വിട്ടേരടാ. അതിനുശേഷം മത്തായി കണ്ണനോടായി ചോദിച്ചു, എന്താടാ, നിന്റെയൊക്കെ അനന്തമാഷ് പറഞ്ഞിട്ടാവും അല്ലേ? ഇന്നലെ വന്ന ഒരു വരത്തിനെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുന്നു. അവന്റെ തല ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞേരെ, വാടാ. മത്തായി കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. മാളികയിലേക്ക് തന്നെയാണ് അവർ നീങ്ങിയത്. ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ കുമാരു നേരെ വീട്ടിലേക്ക് പോയി. അവന്റെ മനസ്സിന് കനത്ത ആഘാതമായിരുന്നു അത്. പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കോടതിയിലാക്കിയത്. കുടിലിന്റെ പടിക്കലെത്തിയതേ ഉള്ളൂ. പൈലോയും അമ്മാളുവും കരഞ്ഞുകൊണ്ട് ഓടി വന്നു. എന്റെ മക്കളെ, നിന്നെ അവർ എന്തെല്ലാം ചെയ്തടാ! അയ്യോ എന്റെ മുത്തപ്പ, എന്റെ മോൻ എന്ത് ഗതിയാണ് എന്റെ ദൈവമേ! അമ്മാളു മാർത്തടിച്ച് നിലവിളിച്ചു. പൈലോ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി വാ പൊത്തി ഏങ്ങി ഏങ്ങി കരഞ്ഞു. ആ വൃദ്ധ ഹൃദയങ്ങൾ വേദനയിൽ പുളഞ്ഞു. അതും കൂടി കണ്ടപ്പോൾ കുമാരുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ മുത്തുമണികൾ പോലെ അടർന്നു വീണു. വാ മോനെ, അകത്തേക്ക് പോകാം. കുമാരുവിന്റെ ഇരുവശത്തുമായി അമ്മാളുവും പൈലോവും മുന്നോട്ട് നടന്നു. ഈ സമയം മാളികയിൽ നല്ലൊരു ആഘോഷം തന്നെയായിരുന്നു. അച്ചായൻ പൊട്ടിച്ചിരിക്കുകയാണ്, ഒപ്പം പിപ്പിരിയും സംഘവും. അപ്പോ നാളെ മുതൽ നമുക്ക് ശുക്രദശ, മത്തായി പറഞ്ഞു ചിരിച്ചു. എല്ലാവരും വീണ്ടും കൂട്ടം ചിരിച്ചു. എങ്കിലും അച്ചായൻ ഉപദേശിച്ചു, ഒരു കാര്യം, സലിം ഇവിടെ വരുമ്പോൾ അയാൾ നമ്മളുമായിട്ടുള്ള അടുപ്പം
ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ പാട്ടാക്കണ്ട. ബാക്കി കാര്യം മുറ പോലെ. കുമാരുവിനെ അവർ നല്ലതുപോലെ പെരുമാറി, മത്തായി പറഞ്ഞു. അച്ചായുടെ മുഖത്ത് കരിനിഴൽ വീണു. ഗൗരവമായി. അവനെ ഉപദ്രവിച്ചത് എൻ്റെ ചങ്കിനാണ് കൊണ്ടത്. ആരാണ് അവനെ തല്ലിയത്? ഹെഡ് കോൺസ്റ്റബിൾ നാരായണൻ. ചന്ദ്രുവാണ് അത് പറഞ്ഞത്. നാരായണൻ. അച്ചായൻ ഇരുത്തി മൂളി. അങ്ങനെ അവനും നമ്മുടെ ലിസ്റ്റിൽ. എല്ലാം പറഞ്ഞതുപോലെ. നടക്കേണ്ടത് ഓരോ സമയത്തും നടന്നിരിക്കണം. കേട്ടല്ലോ റഷീദ്? റഷീദിനെ നോക്കി പൊതുവായി പറഞ്ഞു. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ? മത്തായി ചോദിച്ചു. അച്ചായൻ മൂളി. പിന്നെയും മത്തായി തലചൊറിഞ്ഞു നിന്നു. അത് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. പോക്കറ്റിൽ നിന്നും 500-ന്റെ ഒരു നോട്ടെടുത്ത് അച്ചായൻ കൊടുത്തു. ബാക്കി കാര്യങ്ങൾ പിന്നെ. അവർക്ക് സമ്മതമായി. പുറത്തേക്ക് നടന്നു. അവർ പോയ ശേഷം തിരിഞ്ഞ് അകത്തേക്ക് പോകാൻ നേരമാണ് ഷീബ കടന്നു വന്നത്. അവൾ ചില തീരുമാനങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. പപ്പയുടെ വഴിവിട്ട പോക്കിന്റെ ലക്ഷ്യം എന്താണെന്നറിയണം. അതിന് മറ്റുള്ളവരെ കൂടി കുരുതി കൊടുക്കാനോ? ചാൾസ് അച്ചായൻ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇനി പപ്പ ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? വലിയൊരു നാശത്തിലേക്കാണ് പപ്പ പോകുന്നത്. ഇതിനെല്ലാം മറുപടി പറയിക്കണം. എല്ലാ അച്ഛനും ഇന്ന് തന്നെ തീരുമാനമുണ്ടാക്കണം. വലിയ ചാച്ചൻ ദൂരെ ആയതുകൊണ്ട് ശരിയായിട്ടുള്ള ഒന്നും അറിയുന്നില്ല. പപ്പ, അവൾ വിളിച്ചു. ജേക്കബ് അച്ചായൻ തിരിഞ്ഞു നിന്നു. ആ, വാ മോളെ. അവളുടെ തലയിൽ തലോടി. മോളെന്നാണ് മടങ്ങിപ്പോകുന്നത്? ആ ചോദ്യം വിഷയങ്ങളുടെ ഗൗരവം കുറയ്ക്കാനാണെന്ന് അവൾക്ക് തോന്നി. പോകുന്ന കാര്യം ഇനി തീരുമാനിക്കണം. അതെന്താ മോളെ ഒരു വളച്ചുകെട്ട്? എനിക്ക് എൻ്റെ മമ്മിയെ വേണം. ഞാനില്ലെങ്കിൽ എൻ്റെ മമ്മി മരിച്ചു പോകും. ഈ സമയം ശോശാമ്മ കുഞ്ഞമ്മ അകത്തു നിന്നും വാതിൽക്കലെത്തി. ഇരുവരും അങ്ങോട്ട് നോക്കി. അവിടേക്ക് ചൂണ്ടി അവൾ തുടർന്നു. നോക്കൂ, ആ മുഖത്തേക്ക് നോക്കൂ. ചാൾസ് അച്ചാച്ചന്റെ മരണത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു മുഖമാണോ അത്? ഇതുപോലെ എല്ലും തോലുമായ ശരീരമായിരുന്നു അത്? സങ്കടം നിറഞ്ഞതായിരുന്നോ? അതുകൊണ്ട് പപ്പായുടെ ഈ കൂട്ടുകെട്ടും പ്രവർത്തനവും നിർത്തണം. ഞങ്ങൾക്ക് പണമൊന്നുമല്ല വേണ്ടത്, സ്വസ്ഥതയാണ്. ഇത് തരാൻ പപ്പായ്ക്ക് പറ്റുമോ? ഇല്ലെങ്കിൽ പൂർത്തിയാക്കാതെ സങ്കടത്തോടെ പറഞ്ഞു നിർത്തി. ഷീബയുടെ അഭിപ്രായം അവരുടെ ചെറിയ മനസ്സിലെ വലിയ കാര്യങ്ങളാകാം. പക്ഷേ ഞാൻ വളർന്നത് തൻ്റെ ചിന്തയും അതിലെ കുതന്ത്രങ്ങളും മിനുക്കിയാണ്. മക്കളുടെ ജീവിത സൗകര്യങ്ങൾ ഇത്ര കണ്ട് വളർത്തിയത് അതിലൂടെയാണ്. ഈ രംഗത്ത് ചിലത് നഷ്ടമാകും, ചിലത് കൊയ്യും. എന്നാലും എൻ്റെ ചാൾസ് മോൻ പോയതിൽ എനിക്ക് ദുഃഖമില്ലാന്ന് വരുമോ? അവൻ എൻ്റെ ജീവനായിരുന്നു. അവനെ ആ ദുഷ്ടൻ കൊന്നു. അവനോടുള്ള പ്രതികാരം ആരെന്ത് പറഞ്ഞാലും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അവസാനിക്കില്ല. അവനെയും അവൻ്റെ കുടുംബത്തെയും നശിപ്പിക്കും. പക്ഷേ മറ്റു മക്കളും അമ്മയും എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് നടക്കില്ല. ഇപ്പോൾ ഈ അവസരം ഒന്നിനും മറുപടിയാവില്ല. ഒന്നും പറയാതെ അച്ചായൻ അകത്തേക്ക് പോയി. തൻ്റെ മുറിയിൽ കയറി ഒരു സിഗരറ്റിന് തീ കൊടുത്തു. പുകയൂതി. പടിഞ്ഞാറ് ഭാഗത്തെ തുറന്നിട്ട ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി. മുറ്റത്തിനപ്പുറം ചെറുമതിലിനോട് ചേർന്ന് പന്തലിച്ച് നിൽക്കുന്ന മാവിൽ കണ്ണുടക്കി നിന്നു. ആ മാവിനും ചാൾസിനോടൊപ്പം പ്രായം. അവൻ ഓരോ ദിവസവും ആ മാങ്കുരുന്നുകളോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് വെറും ഓർമ്മകൾ. ഇതിനിടയിൽ വെളിയിലായി ജനലിനരികിൽ ആ രൂപവും പ്രത്യക്ഷപ്പെട്ടു. കുമാരു. അവൻ്റെ കണ്ണുകൾ നല്ലവണ്ണം ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ പറയുവാൻ ആ നാവ് വെമ്പൽ കൊള്ളുന്നു. രണ്ടാമുണ്ട് കൈകൂട്ടി പിടിച്ച് അവൻ തൊഴുതു നിന്നു. അവൻ്റെ നിൽപ്പ് കണ്ട് ആ കഠിന ഹൃദയവും അലിഞ്ഞുപോയി. കുമാരു. തന്നെ സ്നേഹിച്ചവൻ, തൻ്റെ കുടുംബത്തെ സ്നേഹിച്ചവൻ, ഞങ്ങളിൽ ഒരംഗം. പാടത്തും പറമ്പിലും ക്ഷീണം മറന്ന് ഞങ്ങൾക്ക് ഉണ്ണാനൊരുക്കിയവൻ. അവൻ നിൽക്കുന്നു തൊഴുകൈകളോടെ, അപമാനിക്കപ്പെട്ട ഹൃദയഭാരവുമായി വിതുമ്പുന്നു. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇല്ല, ഒന്നിനും കഴിഞ്ഞില്ല. സ്വയം മനസ്സിനെ കുറ്റപ്പെടുത്തിയ ശേഷം അച്ചായൻ കുമാരുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മെല്ലെ പറഞ്ഞു. കുമാരു, നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. നിന്റെ അച്ചായന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ നിങ്ങളെ കസ്റ്റഡിയിൽ ഒതുക്കി, തന്ത്രപൂർവ്വം കേസ് കോടതിയിലാക്കി, എന്നിട്ട് റിമാൻഡിൽ വെപ്പിച്ചു. ഇത് വേണ്ടതുപോലെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ കുമാരു അച്ചായനോട് ക്ഷമിക്കുമായിരിക്കും. ഇല്ല സാറേ, ഇല്ല. എനിക്ക് ആരോടും പിണക്കമില്ല. പക്ഷേ ഇവിടുത്തെ പണി, ഇനി എനിക്കിത് വേണ്ട. കിട്ടിയത് മതി. അത് പറയാനാ വന്നത്. ഞാൻ പോണു. സഹായിച്ചതിനൊക്കെ എന്നും നന്ദിയുണ്ട്. അതൊന്നും മറക്കത്തില്ല സാറേ, മറക്കത്തില്ല. ഒരു നിമിഷം നിർത്തിയിട്ട്, പിന്നെ ഈ കുമാരുവിന് ഒരപേക്ഷയുണ്ട്.
ഇവിടുത്തെ അമ്മച്ചി ഒരു പാവമാ. അമ്മച്ചിക്ക് കരയാനേ അറിയൂ. അതുകൊണ്ട് ഇനിയും അമ്മച്ചിയെ വേദനിപ്പിക്കല്ലേ. ആ കണ്ണിൽ കരഞ്ഞു കരഞ്ഞ് കണ്ണീര് കാണില്ല. ഞാൻ പോണു. അപ്പോൾ അകത്ത് പിന്നിലായി ഒരു തേങ്ങൽ. മറ്റാരുമായിരുന്നില്ല, ശോശാമ്മ കുഞ്ഞമ്മ തന്നെ. കുമാരുവിന്റെ സംസാരം കേട്ടാണ് അമ്മയും മകളും അങ്ങോട്ടേക്ക് വന്നത്. അവന്റെ വാക്കുകൾ വീണപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുമാരു പോണമ്മച്ചി, പോണു. കുമാരുവിന്റെ കണ്ണിൽ നിന്നും കിനിഞ്ഞിറങ്ങിയ കണ്ണുനീര് രണ്ടാം മുണ്ടുകൊണ്ട് തുടയ്ക്കുന്നത് ഷീബ കണ്ടു. പണിക്ക് വന്നില്ലെങ്കിലും കാണാനെങ്കിലും വരണേ കുമാരു, അവൾ പറഞ്ഞു. കുമാരു നടന്നു നീങ്ങുന്നത് മൂന്നുപേരും ജനലഴികൾക്കിടയിൽ കൂടി കാണുകയായിരുന്നു. അകലങ്ങളിലേക്ക്, പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക്. ആ കണ്ണുകൾ അവസാനം ഒന്നിച്ചു ചെന്നു. 9 മണി. രാവിലെ നഗരം തിരക്കിൽ ശ്വാസം മുട്ടി നിൽക്കുന്നു. ട്രാഫിക് ഐലൻഡുകളിൽ വാഹനത്തിന് നിയന്ത്രണം. തിരക്കിൽ ഒരാളായി അവളും നടന്നു. അരുന്ധതി, അയ്യാപിള്ളയുടെ മൂത്ത മകൾ. അവൾ കമ്പ്യൂട്ടർ സയൻസ് അക്കാദമിയിൽ അധ്യാപികയാണ്. ശമ്പളം വളരെ കുറവാണ്. എങ്കിലും വെറുതെ വീട്ടിലിരുന്ന് മുഷിയണ്ടല്ലോ എന്ന് കരുതിയാണ് ജോലിക്ക് പോകുന്നത്. അതുമല്ല, ചോറും കറിയും മാത്രം വെച്ച് ജീവിതം മുരടിച്ചു പോകുന്നതിനോട് അരുന്ധതിക്ക് ഒട്ടും താല്പര്യവുമില്ല. നടന്ന് നടന്ന് അവൾ അക്കാദമിയുടെ മുന്നിലെത്താറായി. അപ്പോൾ സഡൻ ബ്രേക്കിട്ട പോലെ നിന്നു. ഗ്രൗണ്ട് ഫ്ലോറിന്റെ കവാടത്തിൽ അവൻ, യൂജിൻ. വരുമെന്ന് ഒരു സൂചന പോലും തന്നിരുന്നില്ല. അവധിക്ക് വന്നിരുന്നുവെന്ന് അറിഞ്ഞു. എന്നിട്ടും തന്നെ കാണാൻ എത്തിയിരുന്നില്ല. ഒരുപക്ഷെ അങ്ങോട്ടേക്ക് വരണ്ടെന്ന് കരുതിയിരിക്കും. എന്നാലും കാവിന്റെ വെളിയിൽ എന്നും കൂടാറുള്ള ആൽമരച്ചുവട്ടിലെങ്കിലും വന്നൂടായിരുന്നു. വരുമെന്ന് പ്രതീക്ഷിച്ചല്ലേ താൻ ഇന്നലെയും അവിടെ നിന്നിരുന്നത്. കാണാൻ കണ്ണുകൾ കൊതിച്ചിരിക്കുകയായിരുന്നു. വന്നില്ല, പോട്ടെ. ഏതെങ്കിലും വിധത്തിൽ ഒന്ന് അറിയിക്കണ്ടേ. എന്നിട്ടിപ്പോ മാന്യം കളിച്ച് ഇവിടെ വന്നു നിൽക്കുന്നു, വലിയ ഗമയിൽ. ഡോക്ടർ യൂജിനാണ് പോലും. അവൾ പരിഭവം നടിച്ച് മുന്നോട്ട് കടന്നു. ആ പരിഭവത്തിന്റെ മുഖശാസ്ത്രം മനസ്സിലാക്കി അവനും പിന്നാലെ കൂടി. സോറി മാഡം, ഈ അരുന്ധതി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ അധ്യാപികയെ ഒന്ന് കാണണം. കാട്ടിത്തന്ന വളരെ ഉപകാരമായിരിക്കും. യൂജിൻ അന്വേഷണത്വരതയോടെ ചോദിച്ചു. അവരൊന്നും വരത്തില്ല, അവൾ അല്പം ഗമയിൽ തന്നെ പറഞ്ഞു. മാഡം അവരുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നതാണോ? അതെ. വിശേഷം എന്തെങ്കിലും ഉള്ളതായി പറഞ്ഞിരുന്നോ? അവൻ വീണ്ടും ചോദിച്ചു. ആ, പറഞ്ഞിരുന്നു. അവരുടെ കല്യാണമാണിന്ന്. ഞാൻ പോയിട്ട് വരിക, അവൾ പറഞ്ഞു. ആ പരിഹാസം അവന് വളരെ രസിച്ചു. അതെ അതെ, അവരുടെ കല്യാണമാണ്. പന്തലിൽ വധുവിനെ കണ്ടില്ല, അതുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയതാണ്. ഞാനാണ് വരൻ. അരുന്ധതി അത് കേട്ട് ചൂളിപ്പോയി. പെട്ടെന്ന് അവൾ പൊട്ടിച്ചിരിച്ചു. യൂജിനും ചിരിച്ചു. പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആൾക്കാർക്ക് കൂടുതൽ സീനുണ്ടാക്കണ്ടെന്ന് കരുതി അവൾ പറഞ്ഞു, അകത്തേക്ക് പോകാം. ഓ യെസ്. അവർ ഇരുവരും നടകൾ ചവിട്ടിക്കയറി മുകളിലെ നിലയിലെത്തി. വിദ്യാർത്ഥികൾ അരുന്ധതി ടീച്ചറുടെ കൂടെ വരുന്ന ചെറുപ്പക്കാരനെ കണ്ടു. യുവ കോമളൻ. ഇത് എവിടുന്ന് കിട്ടി? പലരും രഹസ്യമായി പറഞ്ഞു. ബോയ് ഫ്രണ്ട് ആയിരിക്കും. ആൺകുട്ടികളിൽ ചിലർ അങ്ങനെ കണക്കുകൂട്ടി. യൂജിനും അരുന്ധതിയും പുഞ്ചിരിച്ചുകൊണ്ട് വരാന്തയിൽ കൂടി മുന്നോട്ട് നീങ്ങി. ഗുഡ് മോർണിംഗ് ടീച്ചർ, പലരും വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ്, ടീച്ചർ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും ആരുടെയും നോട്ടം അവസാനിക്കുന്നില്ല. ഓഫീസ് റൂമിൽ കടന്നിരുന്നിട്ടും പലരും സംശയങ്ങളുമായി കൂടെ കൂടെ വരുന്നു. ഡിസ്കിന്റെ പ്രോബ്ലം, കീബോർഡിന്റെ പ്രോബ്ലം, അങ്ങനെ വിവിധങ്ങൾ. സ്വർഗത്തിലെ കട്ടുറുമ്പായി അവർ നുഴഞ്ഞു കയറുകയാണെന്ന് ഇരുവർക്കും മനസ്സിലായി. ആരും കടന്നു വരാഞ്ഞപ്പോൾ അത് പറഞ്ഞ് അവർ ചിരിച്ചു. ഒരു മിനിറ്റ്, അവരോടൊന്ന് പറഞ്ഞിട്ട് വരാം. എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് അരുന്ധതി ചെന്നു. എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. സീനിയറായിരുന്ന വിദ്യാർത്ഥിയെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ചു. ടീച്ചർ തിരിഞ്ഞു നടന്നപ്പോൾ ക്ലിങ്. AC റൂമിൽ ഒരു മണിനാദം. തിരിഞ്ഞു നോക്കിയിട്ട് ആരിലും ഒരു ഭാവമാറ്റവും കാണുന്നില്ല. തിരിഞ്ഞ് ഡോർ തുറന്ന് പുറത്തേക്ക് കടക്കാൻ ഭാവിച്ചതും നിന്നിൻ മണിനാദമുയർന്നു. വികൃതികൾ, ചെറിയ തോതിലാകാം, കൂടുതലാകണ്ട. ചിരിച്ചുകൊണ്ട് അരുന്ധതി ഓഫീസ് റൂമിലേക്ക് കടന്നു. മുഷിഞ്ഞോ? അവൾ അവനോട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നും എൻ്റെ പാഠപുസ്തകത്തിലില്ല. എല്ലാം വികൃതികളാ, അവൾ പറഞ്ഞു. നമ്മളും മോശമല്ലല്ലോ. എന്തേ ഇന്നലെ വരാഞ്ഞേ? ഞാൻ കാവിലെ ഒത്തിരി നേരം കാത്തു നിന്നു. അറിഞ്ഞില്ലേ പ്രശ്നം? ജേക്കപ്പച്ചായൻ്റെ മില്ല് തൊഴിലാളികൾ എറിഞ്ഞു തകർത്തു. അവര് സമരം തുടങ്ങിയിരിക്കുക. അവൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ അവൾ ചോദിച്ചു.
അതിനെന്താ, മില്ലിലല്ലല്ലോ ജോലി. അവൾ ശരിക്കും തന്നെ കുടയുകയാണെന്ന് മനസ്സിലായി. പരിഭവം നല്ലതുപോലുണ്ട്. പ്രശ്നം രൂക്ഷമായപ്പോൾ പോലീസ് എത്തി. എല്ലാവരെയും വിരട്ടി ഓടിച്ചു. വിവരം അറിയാൻ ചെന്ന ഞാനും തിരിച്ചോടി. അതുകൊണ്ട് ആ ദിവസം ശുഭമല്ലെന്ന് തോന്നി വീട്ടിൽ തന്നെ ഒതുങ്ങി. അതാണ് സത്യം, അവൻ പറഞ്ഞു. അപ്പോ ഒരു തൊപ്പി കണ്ട നമ്മുടെ ഈ ലൈനും കട്ടാകും അല്ലേ? അവൾ വീണ്ടും ചോദിച്ചു. അവളുടെ മുന്നിൽ വളരെ ചെറുതായി പോകുന്നത് പോലെ തോന്നി. അതുണ്ടാവില്ല. അപ്പോൾ ഹൈ പവർ ഡൈനാമോ ഫിറ്റ് ചെയ്ത് ലൈൻ ക്ലിയർ ആക്കും. ഏതാണ്ടൊക്കെയോ പറഞ്ഞൊപ്പിച്ച ഗമയിൽ ഞെളിഞ്ഞിരുന്നു. ശരി ശരി, പ്രിയതമന്റെ പലായനം എന്നാ? പലായനമോ? അതിന് ഞാൻ പിടികിട്ടാ പുള്ളിയൊന്നല്ലല്ലോ. അല്ലേ? ആര് പറഞ്ഞു? എനിക്ക് എന്നും പിടികിട്ടാ പുള്ളിയാ, അവൾ പറഞ്ഞു. ഓഹോ, അത് ശരി, അവൻ ചിരിച്ചു. യൂജിൻ, നമ്മുടെ ഈ കളിതമാശ എന്ന് കാര്യത്തിലേക്ക് കടക്കും? എനിക്ക് പേടിയാവുന്നു. പഴയതുപോലല്ല. ഇപ്പോ നമ്മുടെ നാട് തന്നെ എനിക്ക് പേടിയാവുന്നു. നാട്ടിലെ പ്രശ്നം നമുക്കൊരു തടസ്സമല്ല. എന്തിനേയും നേരിടും. അരുന്ധതി എന്തിനാ പേടിക്കുന്നത്? എന്തായാലും ഞാനൊരു പെണ്ണല്ലേ. എന്നെ നിയന്ത്രിക്കാൻ പല ശക്തികളുമുണ്ട്. അതുകൊണ്ട് അവൾ അറിയിച്ചു. ഇല്ല, ആ നിയന്ത്രണമൊന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇനി പോയി വരുമ്പോൾ ചില തീരുമാനങ്ങളായിട്ടായിരിക്കും വരുന്നത്, അവൻ തറപ്പിച്ചു പറഞ്ഞു. അതുവരെ ഞാൻ കാത്തിരിക്കണം അല്ലേ? നോവലിൽ എല്ലാ നായകന്മാരും പ്രേമത്തിന്റെ മൂർധന്യത്തിൽ സ്ഥിരമായി പറയുന്ന വാക്യം. അത് കേട്ട് ഞാനും ഇരിക്കണം അല്ലേ? വയ്യ യൂജിൻ, വയ്യ. ഈ കാത്തിരിപ്പ് കഴിയുമെങ്കിൽ യൂജിൻ എന്നെ വിളിക്കൂ. ഞാൻ പോരാൻ തയ്യാറാണ്. അവളുടെ ദുഃഖങ്ങൾ അയവിറക്കുകയായിരുന്നു. ആ മുഖത്തെ നിറഭേദങ്ങൾ ശരിക്കും അവൻ മനസ്സിലാക്കി. ഞാനിപ്പോൾ ഓടിയെത്തിയത് എന്തിനാണ്? നീ നിറഞ്ഞു നിന്ന ആകാംക്ഷ കൊണ്ട്. വേവോളം ഇരുന്നില്ലേ? ആറോളം ഇരിക്കരുതോ? കൊള്ളാം, നാടൻ ഫിലോസഫി. എനിക്ക് മതിയാവോളമായി. അവൾക്ക് ശുണ്ഠി തോന്നി. AC റൂമിലെ ഗ്ലാസ്സിൽ കൂടി കുട്ടികൾ അവരെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാവമാറ്റങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അത് മനസ്സിലായപ്പോൾ ആ സംസാരം നിർത്തി. എന്നാണ് യൂജിൻ പോകുന്നത്? 2 ആഴ്ച കഴിഞ്ഞുള്ളൂ. അതിനിടയിൽ പഴയ സ്ഥാനത്ത് കൂടി കാണണം എന്നും. സാധിക്കില്ല യൂജിൻ. ഞാൻ ഇവിടെ നിന്ന് വരുമ്പോൾ തന്നെ 7 മണിയാവും. പിന്നെ യൂജിൻ ഇടയ്ക്ക് ഇവിടെ വരരുതോ? ശ്രമിക്കാം. മാനേജ്മെന്റിനും കുട്ടികൾക്കും അത് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. ഇപ്പോൾ എനിക്കാണ് ചാർജ്. 2 പേരുള്ളത് ടൂറിന് പോയിരിക്കാം. കുട്ടികളോട് കസിനാണെന്ന് പറയാം. പേര് വേണമെങ്കിൽ മാറ്റി പറയാം. അവൻ അവളുടെ ചെവിയിൽ പിടിച്ച് നുള്ളിക്കൊണ്ട് പറഞ്ഞു. കൊള്ളാം കുഞ്ഞ്, പെൺപിള്ളേരായ ഇത്രയും ധീരത വേണം. ശരി, ആയിക്കോട്ടെ, ഞാൻ ഇറങ്ങാം. ക്ലാസ് നടക്കണമല്ലോ. ഒത്തിരി നേരം ഇങ്ങനെ ചുമ്മാതിരിക്കണമെന്നുണ്ട്. പക്ഷേ ഈ ഇടുങ്ങിയ മുറിയിലായതുകൊണ്ട് വിമ്മിഷ്ടം തന്നെ. വല്ല ബീച്ചിലുമായിരുന്നേൽ. അവൻ എണീറ്റു. പോകട്ടെ. അവൻ വരാന്തയിൽ കൂടി നടന്നു നീങ്ങി. ആൺകുട്ടികളിൽ ചിലർ അപ്പോൾ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. അവർ കൂട്ടം ചിരിച്ചു. ടീച്ചർ പിറകെ ഇറങ്ങി വരുന്നത് കണ്ട് കുട്ടികൾ പതുക്കെ അകത്തേക്ക് വലിഞ്ഞു. അവൾ മുന്നോട്ട് നടന്നു വന്ന് വരാന്തയുടെ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കി. അവൻ വെളിയിൽ വന്നപ്പോൾ കൈവീശി. പെട്ടെന്ന് ഇടിവെട്ടേറ്റതുപോലെയായി. അച്ഛൻ അത് കണ്ടു. മനസ്സിലെവിടേക്കോ കേളികൊട്ട്, മിടുപ്പ് കൂടി. യൂജിനെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സൂക്ഷിച്ചു തന്നെ കടന്നു വരുന്നുണ്ട്. അരുന്ധതി AC റൂമിലേക്ക് കയറി. എന്നിട്ടും മനസ്സ് നിയന്ത്രണ വിധേയമായില്ല. അയ്യാപിള്ള വരാന്തയിലെത്തി. മുഖത്ത് നല്ല ഗൗരവമുണ്ട്. കുട്ടികൾ ആ ഭാവം തിരിച്ചറിയുന്നുണ്ടോ എന്നായിരുന്നു അവൾക്ക് ഭയം. അവൾ ഓഫീസ് റൂമിലേക്ക് വന്നു. അയ്യാപിള്ള അകത്തേക്ക് കടന്ന് കസേര നീക്കിയിട്ട് ഇരുന്നു. അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അച്ഛനെ അഭിമുഖീകരിക്കാൻ ശരിക്കും വിഷമിച്ചു. അപ്പോൾ ആ ചോദ്യം വീണു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരൻ വലിയ തറയിലെ തോമസിന്റെ മകനല്ലേ? മൗനം. അവനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മൗനം. അയ്യാപിള്ള പല്ലും ഞെരിച്ചു. ഒരു പ്രധാന കാര്യം പറയാനാ ഞാനിവിടെ വന്നത്. ഇപ്പോ അതിന് ഏറ്റവും പ്രാധാന്യവും വർദ്ധിച്ചിരിക്കുന്നു. ആ സൂചനയുടെ വിശദീകരണം അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഇവിടെ വെച്ച് ഇനി പറയില്ലെന്ന് തോന്നി. ആ, ഞാൻ ഇറങ്ങുന്നു. വീട്ടിൽ വരുമ്പോൾ പറയാം. ഉടൻ തന്നെ കസേരയിൽ നിന്നും എണീറ്റ് വരാന്തയിൽ കൂടി നടന്നു നീങ്ങുന്നത് വളരെ ദുഃഖത്തോടെ നോക്കി നിന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
വീണ്ടും കാണാം. നന്ദി.